സ്വാഗതം ചതുരംഗത്തിലേക്ക്. കേരളം മുഴുവൻ വിറങ്ങലിച്ചിരിക്കുന്ന സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വയനാട്ടിൽ മേപ്പാടിയിൽ ഉരുൾപൊട്ടലിൽ എത്രയോ നമ്മുടെ സഹജീവികൾ ജീവൻ പൊലിഞ്ഞ് അവിടേക്ക് നോക്കാൻ പോലും കഴിയാത്ത വിധം ഹൃദയം നുറുങ്ങി കേരളം ഇരിക്കുമ്പോൾ ഒരിക്കൽ തൃശ്ശൂർ ജില്ലയും ഇതുപോലെയൊരു സാഹചര്യം, ഇത്രയേറെ മരണമുണ്ടായില്ലെങ്കിലും കുറാഞ്ചേരിയിലെ 19 പേരുടെ മരണവുമായി ഇതുപോലൊരു സമാന സാഹചര്യത്തിലൂടെ നമ്മളും കടന്നു പോയിട്ടുള്ളതാണ്. ഇനിയും ആ സാഹചര്യം വന്നുകൂടാ എന്നില്ല. അതോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. ഈ വെള്ളക്കെട്ടിൻ്റെ രൂക്ഷത നമ്മൾ ഒരുപാട് അനുഭവിച്ചു. ഇപ്പോഴും 9000-ത്തിലധികം ആളുകളാണ് ജില്ലയിലെ വിവിധ ക്യാമ്പുകളിൽ കഴിയുന്നത്. വീടുകളിലേക്ക് പോകാൻ ആഗ്രഹമുണ്ട്, പക്ഷെ കഴിയുന്നില്ല. ഇതിൽ തന്നെ തൃശ്ശൂർ താലൂക്കിൽ മാത്രം 3000-ത്തിലധികം ആളുകൾ ക്യാമ്പുകളിൽ കഴിയുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം ദുരിതമായിരിക്കുന്നു എന്ന് നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാകും. പ്രത്യേകിച്ച് പീച്ചി ഡാം തുറന്നത് വലിയ രീതിയിൽ ദുരിതമായി മാറി. മുൻകാഴ്ചയില്ലാതെയുള്ള ആ ഡാം തുറക്കലിൽ 2018-ലേതുപോലെ സമാനമായി ഒരുപാട് പേർ ദുരിതം അനുഭവിച്ചു. ഇപ്പോഴും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വിഷയത്തിൽ നമുക്ക് ഈ വെള്ളക്കെട്ടിനെ കുറിച്ചും അതുപോലെ തന്നെ ഇത് കാർഷിക മേഖലയെയും ജനങ്ങളെയും എല്ലാം എങ്ങനെ ബാധിക്കുന്നു എന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ അനുയോജ്യരായ 3 പേരെ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതുപോലുള്ള വിഷയങ്ങളിൽ ഒരുപാട് തവണ കോടതിയെ സമീപിച്ച് വിജയത്തിനായി പൊരുതിക്കൊണ്ടിരിക്കുന്ന സാമൂഹ്യ പ്രവർത്തകൻ, ഒപ്പം KPCC സെക്രട്ടറി കൂടിയായ അഡ്വക്കേറ്റ് ഷാജി ചക്കോടകണ്ടത്ത്, അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പുല്ലഴി കോൾപ്പടവിൻ്റെ പ്രസിഡന്റും തൃശ്ശൂർ ജില്ലാ കോൾപ്പടവ് സംഘം വൈസ് പ്രസിഡന്റുമായ കോളങ്ങാട്ട് ഗോപിനാഥൻ, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ ജയൻ തോമസ്, റെസിഡന്റ് അസോസിയേഷനുകളുടെ ഭാഗമായി ഈ വെള്ളക്കെട്ടിനെതിരെ ഒരുപാട് നിയമ പോരാട്ടവും ചർച്ചകളിലുമെല്ലാം പങ്കെടുക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകൻ കൂടിയാണ്, അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആദ്യം തന്നെ അഡ്വക്കേറ്റ് ഷാജി കോടകണ്ടത്തിലേക്ക്, ഏറ്റവും ഒടുവിൽ പീച്ചി ഡാം തുറന്നപ്പോൾ അതിലുണ്ടായിട്ടുള്ളൊരു അപാകത, ഇതുമായി ബന്ധപ്പെട്ട് കളക്ടർക്ക് പരാതി നൽകുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് ഈ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട് നേനാവ് ബണ്ടിൻ്റെ കേസിൽ അതിലും കോടതിയെ സമീപിച്ചിട്ടുണ്ട്. വലിയ വീഴ്ചകൾ സംഭവിക്കുന്നു എന്ന് തന്നെയല്ലേ നമ്മൾ കാണേണ്ടത്? തീർച്ചയായിട്ടും. അതായത് കഴിഞ്ഞ 10 വർഷം കേരളത്തിലെ കാലാവസ്ഥയിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. കാലവർഷമായാലും തുലാവർഷമായാലും വലിയ തോതിൽ മഴ പെയ്യുന്നു, ക്ലൗഡ് ബ്ലാസ്റ്റിംഗ് ഉണ്ടാവുന്നു. അങ്ങനെ പല രീതിയിൽ പ്രകൃതിയിൽ മാറ്റങ്ങൾ വരുന്നു. ഈ മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ല. 2018 പ്രളയമുണ്ടായി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഡാമുകൾ മുഴുവൻ അശാസ്ത്രീയമായിട്ട് തുറക്കാണ്. ഘട്ടം ഘട്ടം വെള്ളം വിടാണ്ട് ഒറ്റയടിക്ക് തുറക്കുമ്പോൾ അതോടൊപ്പം തന്നെ ക്ലൗഡ് ബ്ലാസ്റ്റിങ്ങും കൂടി ആകുമ്പോൾ ആളുകൾക്ക് പിടിച്ചേക്കാൻ പറ്റുന്നില്ല. ആ സംഭവം 2018 ശേഷമാണ് റൂൾ കർവ് എന്ന് പറഞ്ഞ തിയറി. 35 വർഷം ഓരോ ഡാമിൽ പെയ്യുന്ന വെള്ളത്തിൻ്റെ അളവ് വെച്ചിട്ട് ഏതൊക്കെ സമയത്ത് വെള്ളം എത്ര സ്റ്റോറിങ് വേണം എന്നതിനെ കുറിച്ചാണ് റൂൾ കർവ് നിയമം കൊണ്ടുവന്നു. ആ നിയമത്തിൽ പീച്ചിയിൽ ആഗസ്റ്റ് 1-ാം തീയതി 77.10 മീറ്റർ വെള്ളമാണ് വേണ്ടത്. ആഗസ്റ്റ് 1-ാം തീയതി. അപ്പോൾ ജൂലൈ 27-ാം തീയതിയാണ് ബ്ലൂ അലർട്ട് വന്നത്. അന്ന് 77.48 മീറ്റർ വെള്ളം അവിടെ ഉണ്ടായി. അന്ന് ഈ ഒരു 30 ഇഞ്ച് ഡാം തുറക്കുകയാണെങ്കിൽ ഇന്ന് ഈ കാണുന്ന ദുരിതം ഉണ്ടാവില്ല. അന്ന് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പമ്പ് ഹൗസിലേക്ക് വെള്ളം വിട്ടിട്ട് അവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമം നടത്തി. അന്ന് വെള്ളം തുറന്നു വിട്ടിട്ടില്ല. 27-ാം തീയതി കഴിഞ്ഞു. 28-ാം തീയതി 77.80 മീറ്റർ വെള്ളം വന്നു. അന്നും തുറന്നില്ല. 29-ാം തീയതി രാത്രി 8 മണി വരെ തുറക്കാൻ യാതൊരു നടപടി എടുത്തിട്ടില്ല. 8 മണിക്ക് അവിടെ ചാർജുള്ള ഉദ്യോഗസ്ഥ, AXCക്ക് അവിടെ ചാർജാണ്, അവിടെ സ്ഥിരമായൊരു AXC ഇല്ല. ഇത്രയും വലിയൊരു ഡാമിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു AXC, ആ AXC കളക്ടറോട് 25 ഇഞ്ച് തുറക്കാൻ പറഞ്ഞിട്ട് അപേക്ഷ കൊടുത്തു എന്ന് പറയണേ. എന്നിട്ട് കളക്ടർ 12 ഇഞ്ച് തുറന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ രാത്രി 9 മണിയോടുകൂടി ആദ്യം 3 ഇഞ്ച് തുറന്നു. അങ്ങനെ 12 ഇഞ്ച് വരെ ആക്കി. അത് കഴിഞ്ഞ് ആ തുറക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ വീട്ടിൽ പോയി പുലർച്ചെ 3 മണിക്ക്, അന്ന് ഈ 12 ഇഞ്ച് തുറക്കുമ്പോൾ മാത്രമാണ് മുന്നറിയിപ്പ് കൊടുത്തു എന്ന് പറയണേ. അതും എത്രത്തോളം വന്നു എനിക്കറിയില്ല. പക്ഷേ അതിനുശേഷം പുലർച്ചെ 30-ാം തീയതി പുലർച്ചെ 3 മണി തൊട്ട് ഒരു 7 മണി 8 മണിക്കുള്ളിൽ 72 ഇഞ്ച് തുറക്കുകയും ഒരു ജലബോംബ് പോലെയാണ് വെള്ളം വന്നത്. അപ്പോൾ ആളുകൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നില്ല. ഒരു ഡാം മാനേജ്മെൻറ്റ് നടത്താൻ സാധിക്കുന്നില്ല. റൂൾ കർവ് തിയറി പാലിക്കുന്നില്ല. തൊള്ളെ തോന്നിയോണം വെള്ളം വിടുക. കൃത്യമായി ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ 2ാമത്തെ റവന്യൂ മിനിസ്റ്ററുടെ നിയോജകമണ്ഡലത്തിലെ ഡാമിനാണ് ഈ അവസ്ഥ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളൊരവസ്ഥ എന്താണ്? അപ്പോൾ ആ വെള്ളപ്രവാഹത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പുത്തൂര് 2018 വെള്ളം കയറാത്ത സ്ഥലത്ത് കയറി. പീച്ചി മേഖല ഒറ്റപ്പെട്ടു. കൈനൂര് വെള്ളം കയറി.
ചെമ്പൂക്കാവിൽ അടക്കം കുണ്ടുപാറ, ചെമ്പൂക്കാവ്, വൈലോപ്പള്ളി നിറ, അയ്യന്തോൾ അടക്കം സകല സ്ഥലത്തും വെള്ളം കയറി. അപ്പോൾ എന്തുകൊണ്ടാണ് തൃശ്ശൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട 3 ഡാമുകളാണ്. ആ ഡാമുകളിലെ വെള്ളം എങ്ങനെ വിടണം, എങ്ങനെ നിയന്ത്രിച്ച് നിർത്തണം, ഈ ക്ലൗഡ് ബ്ലാസ്റ്റിംഗ് വരുമ്പോൾ എങ്ങനെ വെള്ളത്തിനെ കൺട്രോൾ ചെയ്യാമെന്ന് ഒരു രീതിയിലുള്ള പഠനം ഒന്നും എത്ര പഠിച്ചാലും ഇത് യാതൊരു നടപടി ഉണ്ടാവില്ല. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ പ്രതികരണശേഷി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് എല്ലാവരും എന്തെങ്കിലും വരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ ആകെ ചെയ്യണമെന്ന് വെച്ചാൽ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ആളെ കൊണ്ടുപോവുക, അവർക്ക് ഭക്ഷണം കൊടുക്കുക. ഇതൊരു ഒരു സിസ്റ്റമായി മാറിക്കൊണ്ടിരിക്കുക. അവരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് എത്തിക്കാതെ അവരെ വീട്ടിൽ എങ്ങനെ സ്വൈര്യമായി ജീവിക്കാമെന്നുള്ള സംവിധാനത്തെക്കുറിച്ച് പഠിക്കാനോ നടപ്പിലാക്കാനോ തയ്യാറല്ല ഭരണകൂടങ്ങൾ. ഈ ഇത്തവണ ഉണ്ടായിട്ടുള്ള ഈ ദുരിതം ചില്ലറയല്ല. ഇത് കാർഷിക മേഖലയിലും ഇത് ബാധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ കാർഷിക മേഖല പലവിധ പ്രശ്നങ്ങളാൽ പിടിച്ചു നിൽക്കാൻ പാടുപെടുകയാണ്. അതിനിടയിലാണ് അപ്രതീക്ഷിതമായ മറ്റൊരു പ്രളയം കൂടി. എങ്ങനെ ജില്ലയെ ബാധിച്ചു? തീർച്ചയായിട്ടും നേരത്തെ വക്കീൽ പറഞ്ഞ മാതിരി ഇതിന് ഒരു ജില്ലാ ഭരണകൂടം അതാത് മേഖലയിലെ ഉദ്യോഗസ്ഥന്മാരെ അതാത് ടൈമിൽ ഇന്ന തടസ്സങ്ങളുണ്ട്, നീരൊഴുക്കിന് എവിടെയാണ് തടസ്സം, ആ തടസ്സം മാറ്റാനുള്ള സൗകര്യങ്ങൾ ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിക്കുകയും ആ ഉദ്യോഗസ്ഥന്മാർ കറക്റ്റായിട്ട് അത് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കേണ്ട കടമ ഭരണകൂടത്തിനാണ്. ഇപ്പോൾ ഉണ്ടായ സംഭവം ഇപ്പോൾ വക്കീൽ നേരത്തെ സൂചിപ്പിച്ച മാതിരി പയ്യന്തോൾ സ്ഥലത്ത് വെള്ളം കയറി. അതേമാതിരി തന്നെ ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഈ തൃശ്ശൂർ ടൗണിലെ വെള്ളം കൊക്കാലേക്കൂടെ ഒഴുകും, അയ്യന്തോൾ കുറിഞ്ഞാക്കൂടെ അങ്ങോട്ട് ഒഴുകും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇന്നലെ ഞാൻ ചെന്നപ്പോൾ ഇവിടെ ഈ മണിനാടൻ കോള്, അയ്യന്തോൾ മേഖലയിൽപ്പെട്ട മണിനാടൻ കോള്, മാരാർക്കോള്, പള്ളിക്കോള്, എൽത്തുരുത്ത് കോള്, അതേമാതിരി തന്നെ ഇപ്പുറത്ത് അതിൻ്റെ കിഴക്കേ സൈഡാണ് ഇറിഗേഷൻ കനാൽ. ഈ ഇറിഗേഷൻ കനാലിൽ ഇപ്പോൾ പോയ കാണാം അവിടെ 1.5 അടി ചണ്ടി ലോഡായി കിടക്കുക. 1.5 അടി ചണ്ടി ലോഡാവാന്നാണ്. ഒരെണ്ണത്തിൻ്റെ മുകളിൽ മറ്റു ചണ്ടി ഇതങ്ങനെ കയറി നിൽക്കുക. ഡിപ്പാർട്ട്മെൻറ്റിനോട് പല പ്രാവശ്യം ഇത് ആവശ്യപ്പെട്ട് അവരെ കണ്ട് കാണിച്ചു കൊടുത്തിട്ടും ഈ സാധനം മാറ്റാൻ തയ്യാറായിട്ടില്ല. അതിപ്പോൾ മാറ്റുകയെന്ന് വെച്ചാൽ 1 അടി വെള്ളം വ്യത്യാസം ഇപ്പോൾ വരും. അത് പോട്ടെ. ഇപ്പോൾ ഇവിടുന്ന് വരുന്ന വെള്ളം നേരെ പോയി ചേറ്റുപുഴ വഴിക്ക്, അങ്ങനെ ചേറ്റുപുഴ കനാൽ വഴിക്ക് പോയി പുല്ലഴി മറ്റേ ഏനാമാക്കലിൻ്റെ അവിടേക്ക് എത്താൻ മറ്റേ പുഴയ്ക്കൽ നിന്ന് വരുന്ന വെള്ളം രണ്ടും കൂട്ടിമുട്ടുന്ന ഒരു ജംഗ്ഷനുണ്ട്, ചേറ്റുപുഴ ജംഗ്ഷനിൽ. അതിൻ്റെ അവിടെ നിന്ന് സ്വല്പം 1 കിലോമീറ്റർ അപ്പുറത്ത് ചാലാടി പഴങ്കോളിൻ്റെയും മറ്റേ പുത്തൻകോളിൻ്റെയും ഒരു ചെറിയ പാലമുണ്ട്, രണ്ടും കൂടി ബന്ധിപ്പിക്കുന്ന പാലം. ആ പാലത്തിൻ്റെ കിഴക്ക് വെച്ചത് 400 മീറ്റർ നീളത്തിൽ ചണ്ടി വന്ന് മടങ്ങിയിരിക്കുക. ഈ ഒഴുക്ക് വരുമ്പോൾ ഈ ചണ്ടിയൊക്കെ ഇങ്ങനെ മടങ്ങി ലോഡാക്കി അടിയിൽ നീരൊഴുക്കില്ലാതിരിക്കുക. ഈ നീരൊഴുക്കില്ലാതെ തളഞ്ഞ് നിൽക്കുന്ന ഈ സാധനം പല പ്രാവശ്യം വരെ വിളിച്ച് പറഞ്ഞു, ഈ സാധനം മാറ്റണം, ഈ സാധനം മാറ്റുന്നു. ഈ പ്രാവശ്യം ഫസ്റ്റ് പെയ്ത മഴയത്ത് അശ്വിനി ഹോസ്പിറ്റൽ വരെ മുങ്ങിയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തുറക്കാൻ ഓർഡർ ഇട്ടു. എല്ലാ പാടശേഖരങ്ങളിലേക്കും കൃഷിക്കാരൻ്റെ എല്ലാ പാടശേഖരങ്ങളിലും ലക്ഷക്കണക്കിന് പ്ലാസ്റ്റിക് കുപ്പികൾ അടിഞ്ഞു കൂടി, ഇപ്പോഴും അവിടെ കാണാം, അടിഞ്ഞു കൂടി ആകെ. അതും കുറേ നമ്മുടെ ജനങ്ങളുടെ കയ്യിലുണ്ട്. കിട്ടിയ വേസ്റ്റ് കംപ്ലീറ്റ് ഈ ചാലിലേക്ക് ഇട്ട് ഈ സാധനമൊക്കെ വന്ന് കൊള്ളടിഞ്ഞു കൂടി. ആ സമയത്ത് കലക്ടറെ ബന്ധപ്പെട്ട് സംസാരിച്ചൊരു യോഗം വെച്ച് ആ യോഗത്തിൽ ജൂൺ 5-ാം തീയതി ടെൻഡർ പൊട്ടിച്ച് വർക്ക് നടത്താം, യുദ്ധകാലാടിസ്ഥാനത്തിൽ വർക്ക് നടത്താമെന്ന് പറഞ്ഞ് ADM-നെ ചുമതലപ്പെടുത്തുകയും ആ വർക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് 24-ാം തീയതിയാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. ആ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടുന്ന് പൊട്ടിച്ച് വിട്ട് അവിടെ പോയി അടിഞ്ഞു. അവിടെ ഈ പറഞ്ഞ പുത്തൻകോള് ചാലാടിയുടെ അപ്പുറത്തെ സൈഡ് ഏനാമാക്കിലേക്ക് പോണ അവിടെ 2 അടി വിറ്റ്, ആ ചാലിൻ്റെ പടിഞ്ഞാറ് വശം 2 അടി താഴ്ന്നു നിൽക്കുക, കിഴക്കേ വശം 2 അടി ഉയർന്നു നിൽക്കുക വെള്ളം. അപ്പോൾ ആ വ്യത്യാസം നോക്കൂ. ഇവിടുന്ന് ചെല്ലും തോറും ഒരു ഉദാഹരണം മറ്റേ കുറിഞ്ഞാക്കിലല്ല എത്തുമ്പോൾ അല്ലെങ്കിൽ പുഴക്കിലെത്തുമ്പോൾ എത്ര വ്യത്യാസം, വെള്ളത്തിൻ്റെ ലെവൽ വ്യത്യാസം വരും. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, ജില്ലയിൽ വ്യാപകമായിട്ട് ഇതിൻ്റെ ഏറെ അനാസ്ഥയുണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ റെസിഡൻസ് അസോസിയേഷനുകളിൽ പെരിങ്ങാവ് ഉൾപ്പെടെ 2018 പ്രളയത്തിൽ ഏറെ ദുരിതം അനുഭവിച്ചിരുന്നു. ഇപ്പോൾ പെരിങ്ങാവ് മാത്രമല്ല, നേരത്തെ വക്കീൽ പറഞ്ഞതുപോലെ 2018 പ്രളയകാലത്ത് വെള്ളം കയറാത്ത സ്ഥലങ്ങളിൽ പോലും വെള്ളം കയറി.
നമ്മൾ നേരത്തെ നോക്കി കണക്കറിയാം. ഇപ്പോൾ വെള്ളം ഇറങ്ങി തുടങ്ങിയിരിക്കുന്നു, എന്നിട്ട് പോലും 9,000-ൽ പരം ആളുകൾ ക്യാമ്പുകളിലുണ്ടെന്ന് പറയുമ്പോൾ എത്രത്തോളം രൂക്ഷമായിരുന്നു ഇത്തവണത്തേതെന്ന് അറിയാം. അതിരൂക്ഷമായ ഒരു വെള്ളക്കെട്ടായിരുന്നു. പ്രത്യേകിച്ച് യാതൊരുവിധ മുന്നറിയിപ്പുമില്ലായിരുന്നു. കാരണം ചൊവ്വാഴ്ച നഗരത്തിൽ കാര്യമായി മഴ പെയ്തൊരു ദിവസമല്ല. കളക്ടറുടെ ഉത്തരവ്, അതായത് ഒരു ഓറഞ്ച് ബുക്കിലെ നിർദ്ദേശങ്ങൾക്കനുസൃതമായി ഡാം തുറന്നു വിടണം എന്നുണ്ടെങ്കിൽ കളക്ടറും അതോടൊപ്പം തന്നെ ജലവിഭവ വകുപ്പും ചേർന്നിട്ടാണ് ഒരു ഉത്തരവ് ഇറക്കേണ്ടത്. കളക്ടറാണ് ഉത്തരവ് ഇറക്കേണ്ടതിൽ കൂടി ജലവിഭവ വകുപ്പുമായി ചേർന്നിട്ടാണ് ഉത്തരവ് ഇറക്കേണ്ടത്. 29 തീയതിയിലെ കളക്ടർ ഉത്തരവ് എന്ന് പറയുന്നത് 6 ഇഞ്ച്, അതായത് 15 സെൻറ്റിമീറ്റർ ഉയർത്താനാണ് ആദ്യത്തെ ഉത്തരവ്. അതിനുശേഷം പിന്നീട് അത് വൈകിട്ടോടെ അത് 30 സെൻറ്റിമീറ്റർ, അതായത് 12 ഇഞ്ചായിട്ട് വർദ്ധിപ്പിക്കുകയുണ്ടായി. എന്നാൽ ഏതാണ്ട് 180 സെൻറ്റിമീറ്ററാണ് ബുധനാഴ്ച രാവിലേക്കുള്ളിലായിട്ട് ഷട്ടർ ഉയർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ട് ഉയരുന്നൊരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 15 സെൻറ്റിമീറ്ററും 30 സെൻറ്റിമീറ്ററും ഉയർത്താൻ ഉത്തരവുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ അത് 180 സെൻറ്റിമീറ്ററിലേക്ക് ഉയരാനുണ്ടായ സാഹചര്യം അത് ഏകപക്ഷീയമായി ജലവിഭവ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരെടുത്തതാണോ എന്നൊരു സംശയം ഇവിടെ നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് കളക്ടർ സാധാരണഗതിയിൽ കളക്ടർക്ക് ഉത്തരവ് ഇടേണ്ടതുണ്ടെങ്കിൽ ജലവിഭവ വകുപ്പ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ കാര്യങ്ങൾ ധരിപ്പിക്കേണ്ടതുണ്ട്. പ്രായോഗികമായ ചില തടസ്സങ്ങളുണ്ട്. എന്നിരുന്നാൽ പോലും ഏകപക്ഷീയമായി ജലവിഭവ വകുപ്പിന് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിലെല്ലാം ഉപരിയായിട്ട് ജനങ്ങൾക്ക് ഇത് സംബന്ധിച്ച് യാതൊരുവിധ അറിയിപ്പുകളും ജില്ലാ ഭരണകൂടം നൽകിയിട്ടില്ല. കാരണം പീച്ചി ഡാമിൻ്റെ ഷട്ടർ ഉയർത്തുമ്പോൾ അത് കരുവന്നൂർ പുഴയുടെ പോഷക നദിയായ മണലി പുഴയുടെ വശങ്ങളുള്ള പഞ്ചായത്തുകളും ഇരിങ്ങാലക്കുട വരെയുള്ള മുനിസിപ്പാലിറ്റികളെയാണ് ഈ കാര്യങ്ങളെല്ലാം ഈ ഓർഡർ കളക്ടർ ഓർഡറിലും ഈ പറയുന്ന പഞ്ചായത്തുകളെ, നെന്മണിക്കര അടക്കമുള്ള പഞ്ചായത്തുകളെയാണ് ഈ കാര്യങ്ങൾ അറിയിക്കാൻ ആ ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ തൃശ്ശൂർ നഗരത്തിൻ്റെ വടക്ക് ഭാഗത്തും കിഴക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തുമുള്ള നിരവധി റെസിഡൻസ് അസോസിയേഷനുകൾ, കുണ്ടുപാറ മുതൽ പെരിങ്ങാവ് ഗാന്ധിനഗർ, പെരിങ്ങാവ്, വിയ്യൂർ, അയ്യന്തോൾ വരെയുള്ള റെസിഡൻസ് അസോസിയേഷനുകളിലെ 100 കണക്കിന് വീടുകളിൽ വെള്ളം കയറിയുണ്ടായി. അങ്ങനെ അശാസ്ത്രീയമായ രീതിയിൽ എന്തുകൊണ്ടാണ് പീച്ചി അണക്കെട്ട് തുറന്നു വിട്ട് കഴിഞ്ഞാൽ അത് ഈ ഭാഗവുമായിട്ട് അതിനൊരു കണക്ഷൻ ഉണ്ട് എന്നുള്ളൊരു പഠനം ഇതുവരെ നടത്തുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ജില്ലാ ഭരണകൂടത്തിന് അതിനെക്കുറിച്ച് അറിവില്ലായ്മ എന്തുകൊണ്ടാണെന്ന് നമ്മളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന ഒരു വിഷയം അതാണ്. നമ്മൾ ഒരു വലിയ ദുരിതം നമ്മൾ കടന്നു പോയതാണ്. പക്ഷെ ഒരു ദുരന്തം കൊണ്ടോ നമ്മൾ പഠിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴും അദ്ദേഹം ഇതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഇപ്പോഴും കൃത്യമായൊരു പഠനം, പീച്ചിയിൽ വെള്ളം തുറന്നാൽ അത് എവിടെ വരെ എത്തും, ഏതൊക്കെ മേഖലയിൽ ബാധിക്കും. മുൻകാലങ്ങളിലൊക്കെ ഇങ്ങനെ വെള്ളം വലിയ രീതിയിൽ തുറന്നു വിടുമ്പോൾ ജീപ്പിൽ അനൗൺസ്മെന്റ് ഉണ്ടാകും, വലിയ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കും. ഇത്തവണ ജനങ്ങൾ പകയ്ക്കുകയായിരുന്നു, വെള്ളം പെട്ടെന്നാണ് ഉയർന്നത്. ഇതിനുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയ ഒരാളെന്ന നിലയിൽ ഇതിന്റെ പിന്നിലത്തെ അനാസ്ഥ എന്താണെന്ന് വ്യക്തമായിട്ടുണ്ടോ? ഇതിലൊരു ഞാൻ 30-ാം തീയതി തന്നെ ഞാൻ ലൈവ് ഇട്ട ആളാണ്. എനിക്ക് 30-ാം തീയതി ഇത് തുറന്നു എന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് അവിടുന്ന് പല ആൾക്കാരും വിളിച്ചു പറഞ്ഞത് അശാസ്ത്രീയമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരു സംശയമില്ല. കളക്ടർക്ക് പരാതി കൊടുത്തു, മുഖ്യമന്ത്രിക്ക് അയച്ചു, ഇറിഗേഷൻ മിനിസ്റ്റർക്ക് അയച്ചു, പ്രിൻസിപ്പൽ സെക്രട്ടറി ഇറിഗേഷൻ അയച്ചു. ഇതിലെന്താ വിഷയം എന്ന് വെച്ചാൽ നമ്മൾ പരാതി കൊടുക്കുന്നു, ഈ പരാതിയെക്കുറിച്ച് പഠനമില്ല. അതായത് ചിമ്മിണി, വാഴയാനി, പീച്ചി ഓരോ ഘട്ടത്തിൽ എത്ര വെള്ളം വരുമെന്നും ആ വെള്ളം ഏതൊക്കെ മേഖലയെ എഫക്റ്റ് ചെയ്യുമെന്നും പറഞ്ഞിട്ട് ശാസ്ത്രീയമായൊരു പഠനം നടത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ചിമ്മിണിയിൽ നിന്ന് 72 ഇഞ്ച് തുറന്നു കഴിഞ്ഞാൽ ആ വെള്ളത്തിൻ്റെ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് പഠനം നടത്തണം. ആ പഠനം നടത്തിയിട്ട് അത് എവിടെയൊക്കെ ബാധിക്കും, ഏതൊക്കെ മേഖലയെ ബാധിക്കും. ഇനി ഈ പീച്ചിയിൽ നിന്ന് വരുന്ന വെള്ളം ഈ തൃശ്ശൂർ ടൗണിലാണ് ഈ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ബാധിക്കുക. തൃശ്ശൂർ ടൗണിൽ നിന്ന് 10 കിലോമീറ്റർ കടന്നാൽ ഏനമാവ് റെഗുലേറ്ററാണ്, ഡയറക്റ്റ് വെള്ളം പോവാം. 2 സൈഡിലും വിശാലമായ കോൾപ്പാടം, അടാട്ട് കോൾപ്പാടവും ഇത് അപ്പോൾ ഈ വെള്ളം എങ്ങനെ അവിടേക്ക് കൊണ്ടുപോവാം, അല്ലെങ്കിൽ എവിടേക്കാണ് തടസ്സങ്ങളുണ്ട്, ഏതൊക്കെ മാറ്റം എന്നുള്ളതിന് ഒരു പഠനമില്ല. 2018 പ്രളയത്തിന് ശേഷം 2019 വെള്ളം കയറി. അപ്പോഴാണ് ഹൈക്കോടതിയിൽ ഞാൻ കേസ് കൊടുത്തത്. ഞാൻ ആ കേസിൽ പറഞ്ഞ കുണ്ടുപാറ തോട് അതിൻ്റെ ആ തോടടക്കമുള്ള മറ്റ് തോടുകളിലെ തടസ്സങ്ങൾ ഒഴിവാക്കണം, മണ്ണ് മാറ്റണം. KLDC കനാലിലെ മണ്ണ് മാറ്റണം. ഏനാമാവ് ബെണ്ട് കെട്ടണ കാലത്തെ വേസ്റ്റുകൾ അവിടെ കിടക്കണേ. അതുപോലെ തന്നെ ഏനാമാവിലെ വളയംകെട്ട് പൊളിച്ചു കളയണേ. 2018 പ്രളയം വന്നതിന് ശേഷം മാത്രമാണ് വളയംകെട്ട് പൊളിച്ചിട്ടുള്ളത്. അപ്പോൾ വളയംകെട്ട് പൊളിച്ചു കാണാം. വലിയ അഴിമതിയാണ് അതിൽ. 40 ലക്ഷം രൂപയുടെ മണ്ണടിക്കണു എന്ന് പറഞ്ഞിട്ട് എല്ലാ കൊല്ലം പഴയ കാലത്തെ മണ്ണെടുക്കുക, അവിടുത്തെ മുളയെടുക്കുക, അതന്നെ വെക്കുക, 40 ലക്ഷം രൂപ എടുക്കുക.
അതിൻ്റെ പേരിൽ കുറേ മണ്ണ് പല പറമ്പുകളിൽ അടിക്കുക. ഇതൊരു കൊള്ളയാണ് നടക്കണം. അത് മാറ്റിയിട്ട് ആ റെഗുലേറ്ററിൽ റീബിൽഡ് കേരളയിൽ വെച്ചിട്ട് ആ റെഗുലേറ്റർ അറ്റകുറ്റപ്പണി ആയിരുന്നുകൊണ്ട് കേസ് കൊടുത്തു. ആ കേസിൽ കോടതിയുടെ വിധി വന്നു. അതിൽ ഇടിയഞ്ചിറ അടക്കമുണ്ട്. ഇടിയഞ്ചിറയുടെ പണിയാണ് ഇപ്പോൾ ഏകദേശം അവസാനിപ്പിക്കാൻ പോണത്. ഇതുവരെ ഏനമാവ് റെഗുലേറ്ററിൻ്റെ പണി അവസാനിപ്പിച്ചിട്ടില്ല. തോടുകൾ കംപ്ലീറ്റ് ഇപ്പോഴും വൃത്തിയാക്കിയിട്ടില്ല. മാത്രമല്ല, ആ ഹൈക്കോടതി വിധി നടപ്പിലാക്കാനായപ്പോൾ കോടതി ലക്ഷ്യത്തിന് ഹർജി കൊടുത്തു. ആ കോടതി ലക്ഷ്യത്തിന് കളക്ടർ അഫിഡേവിറ്റ് കൊടുത്തിട്ടാണ് ഞാനത് ക്ലോസ് ചെയ്തത് താൽക്കാലികമായിട്ട്. ഇപ്പോൾ KLDC ബണ്ടിൻ്റെ വിചിത്രമായ കാര്യം, രണ്ട് സൈഡും ഉയരം കൂട്ടിയപ്പോൾ പണ്ട് വെള്ളം മറിഞ്ഞു പോകും. ആ KLDC ബണ്ടിൽ നിന്ന് 56ഓളം സ്ലൂയിസുകളുണ്ട്. ഇത് തുറന്നോ എന്നുള്ള കാര്യത്തിനെ കുറിച്ച് വ്യക്തമാക്കണം. ആ തുറക്കാൻ വേണ്ടി പലരും ഹൈക്കോടതിയിൽ പോയിട്ടുണ്ട്. ഹൈക്കോടതിയിൽ ഇടക്കാല ഉത്തരവുണ്ടിട്ടാ. ആ ഉത്തരവ് മഴ പെയ്യുന്നതിന് മുമ്പ് നടപ്പിലാക്കണമെന്ന് നോക്കണം. പിന്നെ ഇദ്ദേഹം പറഞ്ഞ് വളരെ കറക്റ്റായ കാര്യമാണ്. കർഷകർക്ക് ആശങ്കകളുണ്ട്. ഈ കർഷകർ ഇപ്പോൾ അടാട്ട് കോൾപ്പാടവും ഈ KLDC ബണ്ടും തമ്മിൽ 3 അടി വെള്ളത്തിന് വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയി നോക്കുമ്പോൾ അപ്പോൾ സ്ലൂയിസ് കംപ്ലീറ്റ് തുറക്കുന്നില്ല. തുറന്നു കഴിഞ്ഞാൽ തൃശ്ശൂർ ടൗണിലെ വെള്ളം പെട്ടെന്ന് ഒലിച്ചു പോകും. പക്ഷേ എന്താ കാരണം വെച്ചാൽ കർഷകരിൽ അതിന് വിമുഖത പ്രകടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കർഷകർക്ക് ഈ ടൗണിലത്തെ വേസ്റ്റ് മുഴുവൻ അവരെ പാടശേഖരത്തിലേക്ക് പോവാം. ആ വേസ്റ്റ് പാടശേഖരത്തേക്ക് എത്താതിരിക്കാൻ ജനങ്ങളെ ബോധവൽക്കരിക്കണം. ആ വേസ്റ്റ് എടുത്ത് മാറ്റണം. അല്ലെങ്കിൽ അടുത്ത തവണ കൃഷി ചെയ്യാൻ ഇവർക്ക് സാധിക്കില്ല. അതുപോലെ തന്നെ കൂടുതൽ വെള്ളം വരുമ്പോൾ അവർക്ക് ആ വെള്ളം വറ്റിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതിന് സർക്കാരിൻ്റെ സഹായം കൊടുക്കണം. പിന്നെ ഇതിൻ്റെ പേരിൽ ചില ആൾക്കാർ മത്സ്യകൃഷി നടത്തി എന്ന് പറഞ്ഞിട്ട് വെള്ളം വിടാണ്ടിരിക്കാനുള്ള പരിപാടി നിർത്തണം. അതാണ് ഇപ്പോൾ വേറെ പ്രശ്നം. ചില ആൾക്കാർ ചെമ്മീൻ കൃഷി നടത്തുന്നു എന്ന് പറയും. ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ സഹായിക്കുന്നു എന്ന് തീർച്ചയായിട്ടുണ്ട്. അതിൽ വലിയ അഴിമതി നടക്കുന്നുണ്ട്. അതായത് മത്സ്യകൃഷി ജൂണിന് മുമ്പ് അവസാനിപ്പിക്കണം. അത് കൃത്യമായൊരു ടൈം ടേബിൾ വേണം. ജൂണിന് മുമ്പ് മത്സ്യകൃഷി അവസാനിപ്പിക്കണം. മൺസൂൺ തുടങ്ങുന്നതിന് മുമ്പ് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെയുള്ള ഈ മഴക്കാലം മുമ്പുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ചെയ്യണം. മൺസൂൺ തുടങ്ങുമ്പോഴാണ് ടെൻഡർ വിളിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് പ്രശ്നം. ഈ ഏനാമാവിലെ അനാസ്ഥ അത് ആർക്കാണ് നിക്ഷിപ്ത താല്പര്യമുള്ളത്? എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ഏനാമാവില് ഞാൻ വിവരാവകാശം വെച്ചു കൊടുത്തപ്പോഴാണ് 26 മുതൽ 40 ലക്ഷം രൂപ വരെയാണ് ഈ വളയംകെട്ട് നിർമ്മിക്കുന്നത്. ഈ ലോകത്ത് തന്നെ ഏറ്റവും വിചിത്രമായ കാര്യമാണ്. അതായത് ഷട്ടറുകൾ അറ്റകുറ്റപ്പണി നടത്തി കഴിഞ്ഞാൽ ഒരു തുള്ളി ഉപ്പുവെള്ളം കിടക്കാണ്ടിരിക്കാൻ പറ്റും. ആ ഷട്ടറുകൾ അറ്റകുറ്റപ്പണി നടത്താണ്ടിരിക്കുക. 3 തവണ ഹൈക്കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ടെൻഡർ വിളിച്ചു. 3 തവണ ആരും പങ്കെടുക്കില്ല. ഞാൻ അതിന് പിന്നാലെ വിവരാവകാശം വെച്ചു. അവസാനം ആരോ ഒരാൾ ഏറ്റെടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സാങ്കേതിക അനുമതി വൈകിക്കുക. സ്ഥിരമായി ഈ ഇറിഗേഷനുമായി ബന്ധപ്പെട്ട പല ഉദ്യോഗസ്ഥന്മാർ ഇതിൻ്റെ ഉള്ളിൽ വലിയ അവിശുദ്ധ ബന്ധമുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അല്ലെങ്കിൽ ആ ഏനമാവ് റെഗുലേറ്ററിൻ്റെ ഇപ്പോൾ ശാസ്ത്രീയമായി എന്തോരം നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നു. ആ വളയം കെട്ടില്ലാണ്ട് ആ മറ്റേ ഈ ഷട്ടറുകൾ നന്നാക്കിയ പ്രശ്നം തീരില്ലേ? 2018 മുതലേ തുടങ്ങിയ ചർച്ചയാണ്. അത് തീർക്കാതിരിക്കാനാണ്. 2018 മുതൽ ഇതുവരെ ആരും ഇടപെടുന്നില്ല. ഇതിൽ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ മുഖ്യധാര പാർട്ടികൾ മാത്രമുള്ള സ്ഥലമാണ് തൃശ്ശൂർ. നിങ്ങൾ നോക്കിക്കോ, ഞാൻ പല വിഷയങ്ങളിൽ ബന്ധപ്പെടുമ്പോൾ കോട്ടയം, ഇടുക്കി, കോഴിക്കോട്, മലപ്പുറം ഘടകകക്ഷി രാഷ്ട്രീയമുള്ള സ്ഥലത്ത് അവർ ബാർഗെയിൻ ചെയ്ത് പലതും നടപ്പിലാക്കുന്നു ആ ജില്ലകളിൽ. ഇവിടെ മുഖ്യധാര പാർട്ടികളുള്ള ഈ തൃശ്ശൂർ ജില്ലയിൽ അതിന് പ്രാപ്തിയുള്ള രീതിയിലുള്ള രാഷ്ട്രീയ നേതൃത്വത്തിന് ഇച്ഛാശക്തിയുടെ കുറവാണ് തൃശ്ശൂർ ജില്ല ഈ അനുഭവിക്കുന്ന ഈ ദുരിതം. ഇങ്ങനെ വെള്ളം വരുന്നത് നമുക്ക് ആദ്യമായിട്ടല്ല, നമ്മൾ നേരത്തെയും ഇത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ മുൻവർഷങ്ങളിലെ അനുഭവം വെച്ച് നേരത്തെ തന്നെ പരാതിയും കൊടുത്ത് കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നടപടി വല്ലതും ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് കർഷക സംഘത്തിൻ്റെ ലെവലിൽ കൊടുത്തിട്ടുള്ള പരാതിയിൽ? ഞാൻ പറഞ്ഞപ്പോൾ ആദ്യം വക്കീൽ പറഞ്ഞ ഒരു കേസ് ഞാൻ നേരത്തെ പറഞ്ഞത് വക്കീൽ ശരിവെച്ചു. ഈ ഇവിടുത്തെ വെള്ളത്തിൻ്റെ പ്രശ്നം മത്സ്യകൃഷി നടത്തിക്കൊണ്ടല്ല, യാതൊരു സംശയമുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം ഇവർക്കറിയാം. ഇപ്പോൾ ഉണ്ടായ സംഭവം, ഞങ്ങൾ 900 ഏക്കറിൽ മത്സ്യമുണ്ട്. ഞങ്ങളിവിടെ ഇടാൻ പറ്റാണ്ട് ഞങ്ങൾ പുറമേ കൊണ്ടുപോയി മത്സ്യത്തെ വലുതാക്കി കൊണ്ടുവന്ന് ഇവിടെ ഇട്ടൊക്കെയാണ്. അപ്പോൾ അത് ഇടുമ്പോൾ അതിൻ്റെ മറ്റുള്ള റൂളും ഇതൊന്നും ഞങ്ങളോട് റൂൾസ് പറഞ്ഞിട്ടില്ല. ഡിപ്പാർട്ട്മെൻറ്റോ അവർ പറയണ്ടേ ഇപ്പോൾ ഇന്നമാതിരി ചെയ്യരുത് അങ്ങനെയാണെന്ന്. അതല്ല അവിടുത്തെ പ്രശ്നം. അതും വക്കീൽ പറഞ്ഞ മാതിരി ജൂണിൽ മത്സ്യകൃഷി അവസാനിപ്പിക്കാൻ പറ്റില്ല. എന്താ സ്ഥിതി എന്ന് വെച്ചാൽ നമ്മൾ കൃഷി ഇറക്കി കൊയ്ത്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഏപ്രിൽ ഏറ്റവും അവസാനം വെച്ച് നോക്കുക വെച്ചാൽ ഏപ്രിൽ വിട്ടുപോയാൽ മെയ്യിൽ. പിന്നെ ഈ മത്സ്യകൃഷി നടത്തുമ്പോൾ 6 മാസം വളർച്ച വേണം അവർക്ക് കിട്ടാൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതും ഇതായിട്ട് തമ്മിൽ വ്യത്യാസമില്ല. ഞാൻ മത്സ്യകൃഷിയെ കുറ്റപ്പെടുത്തുകയല്ല, ആൾ പറഞ്ഞു പ്രളയം അത് മനസ്സിലായി. അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. ഈ ബണ്ട് ഇപ്പോൾ ഇവരെ ഈ അസോസിയേഷൻ്റെ ആളുകൾ ഭയങ്കര സമ്മർദ്ദം, എൻ്റെ അടുത്ത് വന്ന് സമ്മർദ്ദം ചൊലത്തിയപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ വരിക, ഞാൻ വണ്ടി അറേഞ്ച് ചെയ്തുകൊണ്ട് ഞാൻ വണ്ടി അറേഞ്ച് ചെയ്ത് ഇവരെ ഇന്ന സ്ഥലങ്ങളിൽ എവിടേക്ക് ഈ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിച്ചു. ഈ സ്ഥലത്ത് എത്തിച്ചപ്പോൾ ബണ്ട് മറിഞ്ഞ്
രണ്ടും ബണ്ടും കോളും ഒരേ ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലായി ഞങ്ങൾ പറയണത് ശരിയാണെന്നുള്ളത്. ഇതിൻ്റെ പ്രശ്നം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. ഈ വക്കീൽ നേരത്തെ സൂചിപ്പിച്ചില്ലേ, അതാത് ടൈമിൽ ഇപ്പോൾ ജൂണിൽ മഴ പെയ്യുന്ന വെച്ചാൽ മെയ്യിൽ ഇത് പരിപാടി കഴിക്കണം, ഈ തടസ്സങ്ങൾ മാറ്റി ഒരുക്കിയിടണം. ഇപ്പോൾ ഞങ്ങൾ ഇതിനു വേണ്ടി ഈ പ്രശ്നത്തിന് വേണ്ടി ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞതെന്ന് മനസ്സിലായ, ആകെ ഫണ്ട് ഞങ്ങൾക്ക് 2 കോടി രൂപയുള്ളൂ. 2 കോടി രൂപ ഉണ്ടായിട്ട് ഇപ്പോൾ ചിലവാക്കുന്നത് എത്ര കോടിയാണ്? ഇപ്പോൾ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ചിലവാക്കാൻ കാശുണ്ട്. അതേമാതിരി തന്നെ ഞാൻ ആരെയും കുറ്റം പറയല്ല, വേറെ ഇതൊന്നുമല്ല. കോർപ്പറേഷന് അതാത് പാടശേഖരങ്ങളിലെ ഏരിയയിൽ ഇത് മാറ്റാനുള്ളൊരു ഫണ്ട് മാറ്റി വെച്ചുകൂടെ? ഇപ്പോൾ ഈ ഇടുക്കുക കുടിക്കുക മരിക്കുക എന്നുള്ള രീതിയിൽ കുറ്റം പറയേണ്ടടുത്ത് പറയണം. കാര്യങ്ങൾ ഞാൻ പറയണത് മനസ്സിലായ അവരുടെ ബൗണ്ടറിയിൽ അവർക്ക് ആ സാധനം മാറ്റി കൊടുക്കുക എന്നുള്ളത് ചെയ്ത് മറ്റവർക്ക് ഫണ്ടില്ലെങ്കിൽ, ഇന്നലെ വക്കീൽ പറഞ്ഞ മാതിരി അവലോകന യോഗം നടന്നിട്ടുണ്ട്. ഈ MLA അവിടെ വിളിച്ച് യോഗം നടന്നിട്ടുണ്ട്. അവിടെ യോഗത്തിൽ അയ്യന്തോൾ കൃഷി ഓഫീസറാണ് പറഞ്ഞ ഈ സംഭവ സ്ഥലം ഇന്ന സ്ഥലത്ത് അവിടെ തടഞ്ഞു കിടക്കുന്നുണ്ട്, അത് കാരണമാണ് ഇത് സംഭവിച്ചതെന്നുള്ളത്. അപ്പം എല്ലാവരും ബണ്ട് പൊട്ടിക്കുന്നത്. ഞാൻ ജോലി ഒരു പ്രാവശ്യം ബണ്ട് പൊട്ടിച്ചു, വീണ്ടും ബണ്ട് അടച്ചു. ഈ വളയമാട്ടം മാറണ മാതിരിയാണ്. അടുത്ത സീസണിൽ വരുമ്പോൾ വീണ്ടും ബണ്ട് പൊട്ടിച്ച് ഇത് മാറ്റിയിട്ട് എന്നാൽ അവിടെ സ്ലൂയിസ് വേണമെങ്കിൽ ആ സ്ലൂയിസ് വരുത്തണം. അത് വരുത്തേണ്ട കടമ. ഇപ്പോൾ 6 കൊല്ലമായി ചർച്ച ചെയ്ത് ഇച്ഛാശക്തിയോടെ നടപ്പാക്കുകയാണെങ്കിൽ എല്ലായ്പ്പോഴും പീച്ചിയിലെ ഡാം തുറന്നു കഴിഞ്ഞാൽ തൃശ്ശൂരിലുള്ളവർ ആദ്യം ഏനാമാവിലേക്കാണ് നോക്കുക. ഏനാമാവ് പൊട്ടിച്ചോ എന്നുള്ളതാണ് ഇവിടെയുള്ള ഉയർന്ന ഏക ചോദ്യം. എൻ്റെ ഒരു സംശയം വക്കീലിന് അറിയുന്ന വെച്ചാൽ എനിക്ക് പറഞ്ഞു തരണം. ഈ പീച്ചിയിലെ വെള്ളം തുറന്നാൽ വെള്ളം വരും. നമ്മളൊക്കെ കോളിൻ്റെ സീസണിലൊക്കെ വെള്ളം വരുന്നത് ഈ വടക്കാഞ്ചേരി അങ്ങനെയുള്ള ആ ഏരിയയിൽ, വടക്കാഞ്ചേരി അല്ല അങ്ങനെയുള്ള ഏരിയ വരെയാണ് ഏറ്റവും ശക്തമായിട്ട് പ്രശ്നങ്ങൾ വരുള്ളൂ. ഇവിടെ വരുന്നത് ഈ ചിമ്മിണി ഡാമെന്ന് വിടുന്ന വെള്ളം, അത് കൂടാതെ പെയ്ത്ത് വെള്ളം വരുന്ന പടാലിനെ സംബന്ധിച്ച് ഇപ്പോൾ 2 സ്ലൂവീസ് ആ ബോട്ട് ജെട്ടിയിൽ മുതുവറ പുഴക്കിലെ ബോട്ട് ലാൻഡിങ് അതിൻ്റെ തൊട്ട് 2 സ്ലൂവീസ് വേണമല്ലേ. ആ സ്ലൂവീസ് തുറന്ന സ്ഥിതി എന്താ? അടാട്ടുകര ഭാഗത്തുള്ളവരോടൊക്കെ വെള്ളം കയറും. എന്തുകൊണ്ടാണ്? ഈ പറഞ്ഞ കാര്യം, ഈ അവിടെ നിന്ന് പോണ വെള്ളം പോകാനുള്ള ചാല്, നീരൊഴുക്കിന് പറ്റിയ ചാല് കറക്റ്റാക്കിയാലല്ലേ ഈ വെള്ളം പോകുള്ളൂ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ റെസിഡൻസ് അസോസിയേഷൻ ഒരിക്കലും ഒരു പഠനം നിങ്ങളുടെ രീതിയിൽ നടത്തിയതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. പൂങ്കുന്നത്തോ ഈന്തോളോയും മറ്റുമായിരുന്നു അതിൻ്റെ യോഗം. ഒപ്പം തന്നെ ആ റോഡിൻ്റെ ഉയരം കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട എല്ലാം വിശദമായി തന്നെ സർക്കാരിലേക്കും ജില്ലാ ഭരണകൂടത്തിലേക്കും അറിയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എവിടെ എത്തി കാര്യങ്ങൾ? തൃശ്ശൂരിൻ്റെ MLAയും കൃഷി വകുപ്പ് മന്ത്രിയായിരുന്ന അഡ്വക്കേറ്റ് സുനിൽകുമാറിൻ്റെ കാലത്ത് കുറേയധികം കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹം KLDC കനാലിൻ്റെ ആഴം വർദ്ധിപ്പിക്കാനായിട്ട് ഏതാണ്ട് 10 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നു. അതിന് ആഴം വർദ്ധിപ്പിച്ചു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ബഹുമാനായ ഗോപിനാഥ് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ പുഴയ്ക്കൽ ബോട്ട് ലാൻഡിങ്ങിൻ്റെ സമീപം ഒരു ഡബിൾ സ്ലൂയിസ് നിർമ്മാണം കഴിഞ്ഞ വർഷം പൂർത്തിയാക്കി. അത് 1,56,00,000 രൂപ ചെലവിൽ പാറക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു റെഗുലേറ്റർ കം ട്രാക്ടർ ബ്രിഡ്ജ് നിർമ്മിച്ച് തൃശ്ശൂരിൻ്റെ വടക്ക് കിഴക്കൻ മേഖലയിലെ വെള്ളക്കെട്ടിന് ഒരു പരിധിവരെ പരിഹാരമുണ്ടാക്കി. എന്നിരുന്നാൽ തന്നെയും അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് മുമ്പ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ പുഴയ്ക്കൽ മുതൽ ഏനമ്മാവ് വരെയുള്ള സ്ലൂയിസുകൾ, അതായത് കോൾപ്പാടത്തേക്ക് തുറന്ന് വയ്ക്കുന്ന സ്ലൂയിസുകൾ അത് മഴക്കാലത്തിന് മുമ്പ് തുറന്നു വയ്ക്കണം എന്നുള്ളതാണ്. അത് പ്രിൻസിപ്പൽ കൃഷി ഓഫീസറുടെ ഉത്തരവ് എല്ലാ വർഷവും ഉണ്ടാകാറുണ്ട്. ഞങ്ങൾ തന്നെ, ഞാനും മൈത്രി പാർക്ക് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സന്തോഷ് മേച്ചേരിയും പൂങ്കുന്ന ഉദയനഗർ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി AG ധീരജിൻ്റെ പേരിൽ 2020 ഒരു കേസ് കൊടുത്ത് ഈ സ്ലൂയിസ് തുറന്നു വയ്ക്കുന്നത് സംബന്ധിച്ച്. അന്ന് ജസ്റ്റിസ് നഗരീഷ് ഒരു ഇൻ്ററിം ഉത്തരവ് പുറപ്പെടുവിച്ചുവെങ്കിലും അത് ഇതുവരെ പ്രായോഗിക തലത്തിൽ നടക്കുന്നില്ല. അതിന് ചില തടസ്സങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അത് മീൻ കൃഷിയുമായി എല്ലാം ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. തീർച്ചയായിട്ടും കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണമെന്ന് റെസിഡൻസ് അസോസിയേഷനുകളുടെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് താല്പര്യമുള്ള കാര്യമല്ല. അവർക്ക് വന്ന് ഈ സ്ലൂയിസ് തുറന്നു വയ്ക്കുമ്പോൾ പാടശേഖരങ്ങളിലേക്ക് വരുന്ന വേസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ കുളവാഴ അടക്കമുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് കൃഷി നടത്തുന്നതിന് കൂടുതൽ പണച്ചെലവ് വരും എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതിന് ഗവൺമെൻറ് ആവശ്യമായ ഫണ്ട് ഗവൺമെൻറ് നടപ്പാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതോടൊപ്പം തന്നെ ഇപ്പോൾ സബ് കളക്ടർ അധ്യക്ഷനായിട്ട് ഒരു അന്വേഷണ കമ്മീഷനെ കളക്ടർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ അന്വേഷണ കമ്മീഷൻ്റെ ടേംസ് ഓഫ് റെഫറൻസിൽ ഈ ഡാം തുറന്നത് സംബന്ധിച്ചുള്ള, അതായത് എന്തുകൊണ്ടാണ് മുന്നറിയിപ്പില്ലാതെ ഡാം തുറന്നപ്പോൾ
തൃശ്ശൂർ ടൗണും പരിസര പ്രദേശത്തുള്ളവർക്ക് ഒരു വിധത്തിലുള്ള മുന്നറിയിപ്പും ജില്ലാ ഭരണകൂടം കൊടുത്തിട്ടില്ല. അത് എന്തുകൊണ്ട് കൊടുത്തിട്ടില്ല? ഒപ്പം തന്നെ പീച്ചി ഡാമും തുറന്നു കഴിഞ്ഞാൽ തൃശ്ശൂർ നഗരത്തെ അത് എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളൊരു പഠനവും കൂടെ ഇതിൻ്റെ കൂടെ നടത്തേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനിയും താണിക്കുടം പുഴയുടെയും അതോടൊപ്പം തന്നെ കുണ്ടുപാറത്തോടിൻ്റെ ആഴം വർദ്ധിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും 2018 പ്രളയത്തെ തുടർന്ന് ഈ പുഴയുടെയും തോടിൻ്റെയും എല്ലാം ആഴം വളരെയധികം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. അതുകൊണ്ട് എല്ലാ വർഷവും കോർപ്പറേഷൻ ഏകദേശം ഒരു 3 ചില്ലുവാനും കോടി രൂപ എല്ലാ വർഷവും മഴക്കാലപൂർവ്വ ശുചീകരണം എന്നുള്ള നിലയിൽ ചെലവഴിക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. എന്നിരുന്നാൽ പോലും അതൊരു യാഥാർത്ഥ്യബോധത്തോടു കൂടി കേവലം പുല്ലുപറിക്കൽ മാത്രമായിട്ട് മാറ്റാതെ പുഴയുടെയും തോടുകളുടെയും ചാവലുകളുടെ ആഴം വർദ്ധിപ്പിക്കുന്നതിന് ഉതകുന്ന രീതിയിൽ മണ്ണെടുത്ത് മാറ്റാനുള്ള ഒരു സംവിധാനം കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഈ അനാസ്ഥ എന്നുള്ളത് നമ്മൾ എല്ലാ വർഷവും തുടർച്ചയായി പറയേണ്ട ഒരു വാക്കായി മാറി. ഈ പീച്ചി ആയാലും വാഴാനി ആയാലും ചിമ്മിണി ആയാലും വെള്ളം തുറക്കുമ്പോൾ എവിടേക്കൊക്കെ എത്തിച്ചേരും എന്നുള്ള കൃത്യമായ പഠനമില്ല. അതിൻ്റെ ഉദാഹരണമാണ് മഴവെള്ളം ഒരുവിധം സ്ഥലത്തെല്ലാം ഒഴിഞ്ഞിട്ട് തൃശ്ശൂർ കുന്നംകുളം റോഡിൽ ചൂണ്ടൽ പാടത്തിലൂടെ വെള്ളം മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചെറിയ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാതെ വലിയ വാഹനങ്ങൾ മാത്രം കടന്നു പോകുന്നു. ഈ വെള്ളം എങ്ങനെ വരുന്നു? 2018 ഉണ്ടായി, 2019 ഒരു പരിധി വരെ ഉണ്ടായി. പിന്നീട് ഇത് എന്താണ്, എങ്ങനെ മറികടക്കാൻ കഴിയുമെന്നുള്ള പഠനങ്ങളൊന്നും നടന്നിട്ടില്ല. നേരത്തെ പറഞ്ഞു മഴക്കാല പൂർവ്വ ശുചീകരണം ഈ 2-3 കോടി രൂപ വരെ തൃശ്ശൂർ കോർപ്പറേഷൻ ചിലവഴിക്കുന്നെന്ന് പറയുന്നു. ഇത്തവണ അത് വൈകി, കൃത്യമായി നടപ്പാക്കിയില്ല, ഫണ്ടില്ല എന്ന് പറഞ്ഞ ഒരുവിധം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ അതും ഇതിനെ ബാധിച്ചിട്ടുണ്ടാവില്ലേ? ഇത് അനാസ്ഥ എന്നല്ല പറയാം, ഇത് കുറ്റകരമായ അനാസ്ഥ. അനാസ്ഥയും കുറ്റകരമായ അനാസ്ഥയും വ്യത്യാസമുണ്ട്. ഇത് കുറ്റകരമായ അനാസ്ഥയാണ്. ഇതിന് പരീക്ഷ ചെയ്യണം ശരിക്കും. അതായത് ഇപ്പോൾ ഈ കളക്ടർ നമ്മൾ പരാതിയൊക്കെ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കളക്ടർ ഇപ്പോൾ ഒരു അന്വേഷണത്തിൽ ഉത്തരവിട്ടുണ്ട്. ഈ മഴ കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനം മറക്കും, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നേതൃത്വവും ഭരണ നേതൃത്വവും ഇത് മറക്കാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും ഡ്രൗട്ട് വന്നു. അപ്പോൾ പിന്നെ ഡ്രൗട്ടിൻ്റെ ഇതിലേക്കാണ് പോണത്. പക്ഷേ ഇപ്പോൾ ഈ ഇതിനെ സംബന്ധിച്ച് ശാസ്ത്രീയമായ പഠനം നടത്തണം. ഞാൻ പറഞ്ഞു ചിമ്മണി വാഴയാനി പീച്ചിയിൽ വിടുന്ന വെള്ളത്തിൻ്റെ ഓരോ സമയത്ത് അളവ് നോക്കിയിട്ട് ആ വെള്ളം കടന്നു പോകാനുള്ള ആവശ്യമുള്ള സൂയിസുകൾ, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു കൂടുതൽ സൂയിസുകൾ നിർമ്മിക്കണം. പിന്നെ പാടശേഖര കമ്മിറ്റികൾ മീൻ കൃഷി നടത്തുന്നുണ്ട്. ജൂൺ കഴിഞ്ഞിട്ട് മീൻ കൃഷി നടത്തി കഴിഞ്ഞാൽ ഒരു സംശയമില്ല, ഫ്ലഡിൻ്റെ വെള്ളം വരുമ്പോൾ മീൻ പോകും, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അവരെങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം, അവരെ കൂടി നിലനിർത്തും. സമൂഹത്തിൻ്റെ ഭാഗം കർഷകൻ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് 5000-6000 വാഴ പോയ ആ കർഷകരെ എനിക്കറിയാം. എൻ്റെ പറമ്പിൽ പോലും 10-300 വാഴ എടുത്ത് നശിച്ചുപോയി. അപ്പോൾ അവരുടെ വേദനയും വിഷമം അറിയാവുന്ന ആൾക്കാർക്കാണ് അതിനെക്കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അപ്പോൾ കോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരവിടേക്ക് കൂടുതൽ വെള്ളം വരുമ്പോൾ മീൻ കൃഷി നടത്താൻ പറ്റില്ല. അപ്പോൾ അത് എങ്ങനെ ചെയ്യാം, കുളവാഴ വന്നാൽ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം, ഇതിനെക്കുറിച്ച് ശാസ്ത്രീയമായ പഠനം നടത്തണം. പിന്നെ ഇപ്പോൾ ഈ വെള്ളവുമായി ബന്ധപ്പെട്ട് നടത്തിയ വിഷയങ്ങളിൽ ആരാണ് കുറ്റകരമായ കാര്യം ചെയ്തത് അവർക്കെതിരെ നടപടി എടുത്താലാണ് ഇതിൽ ആളുകൾക്ക് ഭയം വരുള്ളൂ. എന്നാലാണ് ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ പറ്റുള്ളൂ. പിന്നെ അടിയന്തരമായി മീറ്റിംഗ് വിളിച്ചു കൂട്ടി ഇത് എന്താണ്, ഏതൊക്കെ തോടുകളാണ് തടസ്സങ്ങളുണ്ടായെന്ന്, ആരാണ് ഇപ്പം എൻ്റെ കേസിൽ തന്നെ ഈ കുണ്ടുപാറ തോടിൻ്റെ അടക്കമുള്ള തോടുകളിൽ അനധികൃതമായ കയ്യേറ്റങ്ങൾ പൊളിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സർവേ നടത്തിയിട്ട് സർവേയർസ് ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് അത് നടത്താത്തത്. ഞാൻ നോട്ടീസ് അയച്ചിട്ടുണ്ട്. അപ്പോൾ സർവേയർമാർ അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് നടത്താത്തത്. അനധികൃത നിർമ്മാണങ്ങൾ ഉണ്ടെങ്കിൽ ആരെയായാലും പൊളിച്ചു മാറ്റണം. ഇപ്പോൾ നിങ്ങൾ തന്നെ ഇപ്പോൾ MLA റോഡിൽ ഒരു പാലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ കുണ്ടുപാറ തോട് കടന്നു പോകുന്നിടത്ത്. അത് തീരെ ഹൈറ്റിലല്ല, അത് താഴ്ത്തിയിട്ടാണ് പണിതിട്ടുള്ളത്. ആ വെള്ളം കടന്നു പോകാൻ പറ്റാത്ത രീതിയിലാണ്. 4 മരം വന്നു കഴിഞ്ഞാൽ അത് തടയും. ടയോട്ടയുടെ മുമ്പിൽ ദേശീയപാതയിൽ അവിടുത്തെ സ്ലാബ് ഇദ്ദേഹത്തിന് ചോദിച്ചാൽ ആ സ്ലാബ് താത്തിയിട്ടിട്ടുള്ള റോഡ് ഹൈറ്റിലും. അപ്പോൾ എന്തുകൊണ്ടാണ് പലരെയും താല്പര്യം സംരക്ഷിക്കുക, ടയോട്ടയുടെ ഉള്ളിൽ കൂടെ വെള്ളം പോണത്. അപ്പോൾ അവിടുത്തെ അവിടുത്തെ സംസ്ഥാന പാതയിലത്തെ അവിടുത്തെ സ്ലാബ് താത്തിയാണ് ഇട്ടുള്ളത്. എന്നാൽ കൂടുതൽ വെള്ളം വന്നാൽ ടയോട്ടയുടെ ഉള്ളിൽ കിടക്കും, അത് കഴിഞ്ഞ് കടന്നു പോകണോടത്ത്. അപ്പോൾ ഈ വെള്ളം KLDC കനാലിലേക്ക് എങ്ങനെ പോകും എന്നതിനെ കുറിച്ച് കൃത്യമായൊരു പഠനം നടത്തണം. അതുപോലെ തന്നെ KLDC കനാലിൽ നിന്ന് ഇത് എപ്രകാരം ഇത് സ്ലൂയിസ് വെച്ചിട്ട് പാടശേഖരത്തേക്ക് പോകണം. ഇത്രയും വിശാലമായ പാടശേഖരം ഉണ്ടായിട്ട് തൊട്ടടുത്ത് കടലുണ്ടായിട്ട് ഈ വെള്ളം വിടാൻ പറ്റുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഈ പീച്ചി തുറക്കുമ്പോൾ അതുപോലെ കടൽ വെള്ളം എടുക്കുമെന്ന് നോക്കണം. വേലിയിറക്കുള്ള സമയമാണോ വേലിയേറ്റുള്ള സമയമാണോ നോക്കണം. വേലിയേറ്റുള്ള സമയമാണെങ്കിൽ അങ്ങോട്ട് പോകുന്ന വെള്ളം അതേ സ്പീഡിൽ ഇങ്ങോട്ട് വരും, വെള്ളം പോവില്ല ഇവിടുന്ന്. അപ്പോൾ ഇതിനെക്കുറിച്ച് സമഗ്രമായി ശാസ്ത്രീയമായൊരു പഠനം നടത്താൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ പീച്ചി 27-ാം തീയതി തൊട്ട് 30 ഇഞ്ച് കുറച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ പ്രളയം ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം തന്നെ സർക്കാർ ഇപ്പോൾ ഗുരുതരമായ വീഴ്ചയ്ക്ക് ധനസഹായം നൽകണം.
ഒരുപാട് കർഷകർ, ഒരുപാട് സാധാരണക്കാർ. ആ പീച്ചി പുത്തൂർ ഭാഗത്തൊക്കെ ഉടുത്ത തുണി ഈ മാറാൻ പോലും പറ്റാണ്ടാണ് വീട്ടമ്മമാർ ഓടിയത് വീട്ടിൽ നിന്ന്. എന്താണെന്ന് വെച്ചാൽ വെള്ളം ജലബോംബ് പോലെ വന്നേ, പെട്ടെന്നാണ് വന്നത്. 72 ഇഞ്ച് തുറക്കുമ്പോൾ പീച്ചി ഡാമിന്റെ പരിസരം തന്നെ ഒരു ഭീകര ദൃശ്യമായിരുന്നു. ആ വെള്ളം വരുമ്പോൾ അവർ പോയി. അപ്പോൾ അവരുടെ വീട്ടുപകരണം നഷ്ടപ്പെട്ടു. ഇതിനൊരു ധനസഹായം നൽകാൻ തയ്യാറാവണം. ഇതിപ്പോൾ പറയണെന്താ, ഇൻഷുറൻസ് ഉള്ളവർക്ക് ഇൻഷുറൻസ് കിട്ടുന്നു. അപ്പോൾ പട്ടയമില്ലാത്തവന് ഇൻഷുറൻസ് ഉണ്ടാവില്ല, വിള ഇൻഷുറൻസ് ഉണ്ടാവില്ല. വീടുകളെ ഈ പാവപ്പെട്ട ഒരാളാണ് ഇൻഷുർ ചെയ്യുക. അപ്പോൾ അതിന് പൈസ കൊടുക്കാനും സാമ്പത്തിക സഹായം കൊടുക്കാനും ഒരു ഇച്ഛാശക്തി കാണിക്കണ്ടേ? ഇത് മറ്റേ ക്യാമ്പിൽ കൊണ്ടിറക്കുന്നു, ഏതെങ്കിലും എവിടുന്നെങ്കിലും കുറച്ച് സാധനങ്ങൾ വാങ്ങി കൊടുക്കണു, എന്നിട്ട് അവർക്ക് കൊടുത്തിട്ട് സന്തോഷമാക്കി പറഞ്ഞു വിടണു. അടുത്ത പ്രാവശ്യം വീണ്ടും ക്യാമ്പിലേക്ക് കൊണ്ടുവരുന്നു. ഈ പരിപാടി നിർത്തണം. അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ഡ്രൗട്ട് വരും. ഡ്രൗട്ട് വന്നപ്പോൾ വെള്ളമില്ല. അപ്പോൾ അതിന് വേറെ ജലസ്രോതസ് കാണിക്കണം. ഇപ്പം നമ്മൾ ഒരു ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തിട്ടാണ് കോൾമാട് ശുദ്ധജല പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്. ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ഇതുവരെ നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. കോടതി ഇലക്ഷത്തിന് നോട്ടീസ് കൊടുത്തേക്കാം. ഹൈക്കോടതി 3 മാസം കൊണ്ട് ഡിസൈൻ പൂർത്തീകരിക്കാൻ വേണം. എന്നാൽ പീച്ചിയെ മാത്രമാണ് ആശ്രയിക്കണേ. ഇത്രയും പഞ്ചായത്തുകളും തൃശ്ശൂർ കോർപ്പറേഷനും ആശ്രയിക്കുന്നത് പീച്ചിയാണ്. തൃശ്ശൂർ മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി വിഭാവനം ചെയ്ത പദ്ധതി, കൃഷിക്ക് വേണ്ടി വിഭാവനം ചെയ്ത പദ്ധതിയാണ്. ഇപ്പം എത്രയോ പഞ്ചായത്തിന് വെള്ളം കൊടുക്കുന്നു. അപ്പോൾ ഡ്രൗട്ട് വരുമ്പോഴും ഫ്ലഡ് വരുമ്പോഴും അതിനൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണം, ശാസ്ത്രീയമായി തയ്യാറാക്കണം. അതിനുള്ള ഇച്ഛാശക്തിയാണ് ഇവിടെ ഭരിക്കുന്നവരായാലും ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം അതിനു വേണ്ടി തയ്യാറാവണം. വേനലാണെങ്കിൽ കൊടും വേനൽ. ഈ കർഷക സംഘം അതുമായി ബന്ധപ്പെട്ട് പടവ് സംഘം പറയുകയുണ്ടായിരുന്നു. കാരണം ആ സമയത്ത് വേനൽ മൂലമുണ്ടാകുന്ന ദുരിതങ്ങൾ, മഴയാണെങ്കിൽ പ്രളയം, അത് കൃഷിയാണെങ്കിലും മീൻ വളർത്തലാണെങ്കിലും എങ്ങനെ പൊതുവെ ബാധിച്ചിട്ടുണ്ട്? കൃഷിയെ സംബന്ധിച്ച് കഴിഞ്ഞ ആ കാലത്ത്, കഴിഞ്ഞ കൊല്ലത്തെ ഒരു കാര്യം മനസ്സിലാക്കണം. ഇതന്നെയാണ് പ്രശ്നം. ഈ പുറംചാല് KLDC ആയാലും ഇറിഗേഷൻ ആയാലും ചാല് വൃത്തിയാക്കാതെ കൃഷി ഇറക്കാൻ സാധിക്കില്ല. കഴിഞ്ഞ പ്രാവശ്യം നെൽകൃഷി ഇറക്കാൻ 3 മാസം പിന്നോട്ട് പോകേണ്ട കാലം വന്നില്ല. പിന്നോട്ടല്ല, മുന്നോട്ട് വൈകി ഇറക്കാൻ വേണ്ടി വന്നു. അത് സംബന്ധിച്ച് നേരത്തിന് വെള്ളം കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. ഈ സാറ് പറഞ്ഞ മാതിരി ഇതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഒന്നില്ലെങ്കിൽ ഈ കനാല് പോകുന്ന സ്ഥലത്തുള്ള പാടശേഖരങ്ങളെ വിളിച്ച് സംസാരിച്ച് അവരായിട്ട് ബന്ധപ്പെട്ട് ഈ വെള്ളം ഇറക്കുന്നതും കയറ്റുന്നതും അവരായിട്ട് സംസാരിച്ചാൽ ഒരുവിധ പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാൻ പറ്റും. ഇത് ഈ കരിവാലി എന്നുള്ള ചണ്ടി കഴിഞ്ഞ സീസണിൽ ഇത് 4 മീറ്ററാണ് ഇതിൻ്റെ നീളം. ഇതിനുള്ളിൽ നമ്മൾ ഇറങ്ങി എന്തെങ്കിലും മാറ്റാൻ നോക്കിയാൽ ചിലപ്പോൾ കാലൊക്കെ അതിൻ്റെ ഉള്ളിൽ പെട്ട് ചിലപ്പോൾ അപകടങ്ങൾ ഉണ്ടാവാം. എന്തോ ഭാഗ്യത്തിന് കുറേ രക്ഷപ്പെട്ടു പോന്നു. ഇങ്ങനെയുള്ള തടസ്സം കാരണം മറ്റുള്ള വരുന്ന വെള്ളം നീരൊഴുക്ക് തടയുക. അപ്പോൾ ഇതിന് വേണ്ടത് അതാത് ടൈമിൽ ഫണ്ട് കൊടുക്കാൻ ഇവർക്ക് മറ്റുള്ളവരൊക്കെ ഫണ്ടുണ്ടല്ലോ. ഇതിന് മാത്രം ഫണ്ട് കൊടുക്കാൻ, ഈ കാർഷിക മേഖലയ്ക്ക് കൊടുക്കാൻ ഞങ്ങൾ കർഷകരെ വിലയില്ല ആ രീതിയിൽ. ഇപ്പോൾ പലരും പറയുന്നുണ്ട് മറ്റുള്ള ജനങ്ങളെ ജീവനെ രക്ഷ കൊടുക്കാനാണ് ഞങ്ങളോട് പറയുന്നത്. ഞങ്ങളുടെ ജീവനും ഈ മറ്റുള്ള മനുഷ്യന്മാരെയല്ലേ, ഞങ്ങൾ അവരെ ദ്രോഹിക്കാൻ ഞങ്ങൾ എന്ത് വേണമെങ്കിൽ കർഷകർ ചെയ്യാൻ തയ്യാറാണ്. ഏത് പാടശേഖരങ്ങൾ എതിർത്ത് സംസാരിച്ചിട്ടുണ്ടോ അത് ജില്ലാ കോൾ കർഷക സംഘം ഇടപെട്ട് ആ പ്രശ്നങ്ങൾ തീർക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഒരു മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടുത്താൻ ഞങ്ങൾ തയ്യാറല്ല. പക്ഷേ ഇത്രയും ഫണ്ടുകൾ പലതിനും ചെലവ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രം ചെലവ് ചെയ്യുന്നവരിൽ ഫണ്ടില്ല. ഇനി അത് പോട്ടെ, വേനൽക്കാലം വന്നപ്പോൾ എന്തുണ്ടായി ഈ പ്രാവശ്യം? 1 ഏക്കർ 20 സെൻറ്റ് കൊയ്തിട്ട് കിട്ടിയത് എത്രയാണെന്ന് 1 കിലോ നെല്ല്. ഒരു കൃഷിക്കാരൻ്റെ വേദന മനസ്സിലാക്കണം. 1 ഏക്കർ വിതയ്ക്കാൻ 40 കിലോ വിത്ത് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നു. ആ 40 കിലോ വിത്ത് പറഞ്ഞിട്ട് 1 ഏക്കർ 20 സെൻറ്റ് കൊയ്തിട്ട് ഈ പ്രാവശ്യം അനുഭവിച്ചതാ കൃഷിക്കാരൻ. എന്ത് ചെയ്യേണ്ടതായിരുന്നു? ആ നാശം സംഭവിച്ചപ്പോൾ ആ കൃഷിക്കാരന് 1 രൂപ വിളിച്ച് കൊടുക്കുക എന്ന് വെച്ചാൽ ആ കർഷകൻ്റെ വേദന മാറിയനെ. ഇപ്പോൾ കൊയ്ത നെല്ലിൻ്റെ കാശിനെ പലർക്കും കിട്ടാത്തൊരു സാഹചര്യമായി. അപ്പോൾ കൃഷിക്കാരൻ്റെ മേലേക്ക് മാത്രമേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളൂ. കൃഷിക്കാരനെ അവൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാനോ വേറെ എന്തിനോ ഒരാളും രംഗത്ത് വരുന്നില്ല. എന്തു വന്നാലും കൃഷിക്കാരന് പ്രശ്നങ്ങളാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂട്ടായി ജയ് ജവാൻ ജയ് കിസാൻ എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കൂട്ടമായി നിൽക്കേണ്ട ടൈമിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കണം. നമുക്ക് എതിർപ്പില്ല. കൃഷി മേഖലയിൽ രാഷ്ട്രീയം പാടില്ല, വേറെ ഒന്നും പാടില്ല. നേരത്തെ വക്കീൽ സൂചിപ്പിച്ച മാതിരി ഇവിടുത്തെ ഏത് രാഷ്ട്രീയക്കാരായാലും ഇതായാലും ഇങ്ങനെയുള്ള പ്രശ്നം, ഇങ്ങനെയുള്ള പ്രശ്നം വരുമ്പോൾ ഒന്നിച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോകണം.
അല്ല ഇനിയെങ്കിലും തിരിച്ചറിവുണ്ടാകട്ടെ, ഈ വേനലാണെങ്കിലും അല്ലെങ്കിൽ ഈ കടുത്ത പ്രളയം വരുമ്പോഴും എങ്ങനെ അതിനെക്കുറിച്ചുള്ള പഠനം കൃത്യമായി നടത്തുകയും തീർച്ചയായിട്ടും ചെയ്യട്ടെ. വേണം. ഇപ്പോൾ ചേട്ടാ ഈ ഇങ്ങോട്ട് പറഞ്ഞ മാതിരി ചേട്ടൻ പറഞ്ഞ മാതിരി എത്ര സ്ലൂയിസ് ഉണ്ടെന്ന് ഇപ്പോഴും ഇവർക്ക് അറിയില്ല. എത്ര സ്ലൂയിസ് ഉണ്ടെന്ന് അറിയില്ല. എത്ര സ്ലൂയിസിൽ തടസ്സമുണ്ടെന്ന് ഇവർക്ക് ഇപ്പോഴും അറിയില്ല. മനസ്സിലായോ? ഏത് വഴിക്കൂടെയാണ് ഈ ഇറിഗേഷനിൽ എപ്പോൾ ചെന്നാലും എന്ത് ചോദിച്ചാലും അവർക്ക് ഒന്നും അറിയില്ല. അവരവിടെ തുറന്നുണ്ട്, ഇവിടെ തുറന്നുണ്ട്, മറ്റോ ഇത് തുറന്നുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച എൽത്തുരുത്ത് പടവ്, അവിടേക്ക് എളുപ്പമാണ് പോവാൻ. എൽത്തുരുത്ത് പടവിൻ്റെ ബാക്ക് സൈഡ് നോക്കണം, ചണ്ടി വന്ന് നിറഞ്ഞ് ലോഡായിട്ട് നിൽക്കണത്. അത് ഒരടി വലുപ്പത്തിലാണ്. അത് മടങ്ങി ഈ വെള്ളം ലോഡാകുമ്പോൾ നീരൊഴുക്ക് കുറേശ്ശെ വരുമ്പോൾ ഇവനൊന്ന് മടങ്ങും. പിന്നെ അതെടുക്കുമ്പോൾ എത്ര ലക്ഷം രൂപ വരെ, കോടിക്കണക്കിന് കറ്റ കെട്ടി വെച്ച പോലെയാണ്. ഇപ്പോൾ വൈക്കോല് കിട്ടുന്ന സമീപകാലത്ത് തന്നെ ഈ പേരിലുള്ള ചണ്ടി ഇത്രയും ബുദ്ധിമുട്ടായി മാറി. ഈ വന്ന ഈ വാലിയ എന്ന് പറഞ്ഞ ചണ്ടി കഴിഞ്ഞ സീസണിലാണ് കൂടുതലായി ഒരു പിങ്ക് കളർ പൂവും അതുമുണ്ടാവും. ഇതിന്റെ വേറെ വ്യത്യാസമുണ്ട്. ഈ ചണ്ടി പുഴയിലേക്ക് പോയി ഉപ്പ് വന്നാൽ അതോടുകൂടി നശിച്ചുപോയി. ഉപ്പ് വന്ന അപ്പം നശിച്ചുപോയി. ഇത് പുഴയിലേക്ക് തള്ളി വിട്ടാൽ മതി, അതോടി ഇത് നശിച്ചു പോകും കുറച്ച് കഴിഞ്ഞാൽ. അല്ല, താണിക്കുടം പുഴയിൽ തൃശ്ശൂർ തൃശ്ശൂർ കോർപ്പറേഷൻ മേയറും അതോടൊപ്പം തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ടംകുളത്തി അടക്കമുള്ളവർ മുൻകൈ എടുത്ത് താണിക്കുടം പുഴയിൽ വിയ്യൂർ മുതൽ പുഴയ്ക്കൽ വരെയുള്ള ഭാഗത്തെ ചണ്ടി നീക്കുന്നതിനൊരു ഫയൽ 2020 മുതലൊരു ഫയൽ ഓപ്പൺ ചെയ്യും. എല്ലാ വർഷവും ടെൻഡർ കൊടുക്കുകയും ചെയ്യുന്നു. അപ്പം ജില്ലാ ഭരണകൂടവും അതോടൊപ്പം പിന്നെ കോർപ്പറേഷൻ ചെയ്യുന്ന നല്ല കാര്യങ്ങളായിട്ട് നമ്മൾ അംഗീകരിക്കണം. ഈ ചണ്ടിമാറ്റിൽ സുഗമമായി ജലമൊഴുകുന്നതിന് ഒരു വലിയ സഹായകരമാണ്. എല്ലാ വർഷവും അത് നടക്കുന്നുണ്ട്. എന്നാൽ ഈ 3 ചില്ലുവാനം കോടി രൂപ മുടക്കിയുള്ള ഈ മഴക്കാലത്തിന് മുമ്പുള്ള ഈ പൂർവ്വകാല ശുചീകരണം അത് കുറച്ചുകൂടെ ശാസ്ത്രീയമായി നടത്തേണ്ടതുണ്ട്. ഈ ശാസ്ത്രീയമായി മാത്രമല്ല, ഈ മുഴുവൻ തുകയും ശരിക്കും കൃത്യമായി ചെലവഴിക്കുകയാണെങ്കിൽ തന്നെ ഒരുവിധം പ്രശ്നങ്ങൾ മാറും. ഈ വർഷം ശരിക്കും പറഞ്ഞാൽ ടെൻഡർ പെരുമാറ്റച്ചട്ടം നിലവിലുണ്ട് എന്ന കാരണത്താൽ ടെൻഡർ കൊടുക്കാനായിട്ട് വൈകുകയും ഏതാണ്ട് ജൂൺ പകുതിയോടുകൂടിയാണ് പല സ്ഥലത്തും ശുചീകരണ പ്രവർത്തികൾ ആരംഭിച്ചത് തന്നെ. അപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ജലാശയങ്ങൾ നിറഞ്ഞു, പുഴകളും തോടുകളും എല്ലാം നിറഞ്ഞതുകൊണ്ട് അത് ശരിയായ രീതിയിലൊരു ശുചീകരണം നടത്താൻ ഈ വർഷം സാധിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ ചെയ്തുന്ന കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ നല്ലതാണെന്ന് പറയാനായിട്ട് റെസിഡൻസ് അസോസിയേഷൻ യാതൊരു മടിയില്ല. ഇതിനു മുമ്പ് ബഹുമാനായ സുനിൽകുമാർ മിനിസ്റ്റർ കാലത്ത് ചെയ്ത കാര്യങ്ങളെയും കണ്ടില്ലെന്നടിക്കാൻ പറ്റില്ല. ബഹുമാനായ വക്കീൽ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഇടിയഞ്ചിറ ഏനമ്മാവ് റെഗുലേറ്ററുകളുടെ നവീകരണത്തിന് വേണ്ടി വലിയൊരു തുക അനുവദിച്ചതും ബണ്ടിലെ ചെളി നീക്കം ചെയ്യാനുള്ള പ്രവർത്തികൾ നടന്നതും എന്നത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. നമുക്ക് ഇത്തവണത്തെ പ്രളയത്തിൽ വലിയ ദുരിതം ഉണ്ടാവുകയുണ്ട്. പക്ഷേ ഇത് നമ്മൾ പ്രതീക്ഷിക്കാത്തതല്ല, പ്രതീക്ഷിക്കുന്നതാണ്. 2018 മുതലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. 2019 നമ്മൾ ഇതിൻ്റെ ഒരു ഭീഷണി അനുഭവിക്കുകയും ചെയ്തു. പക്ഷെ പിന്നീടുള്ള വർഷങ്ങളിൽ റെസിഡന്റ് അസോസിയേഷൻ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ഒരുമായി ചർച്ച നടത്തിയിരുന്നു. പിന്നീടുള്ള വർഷങ്ങളിൽ റെസിഡന്റ് അസോസിയേഷൻ പ്രധാനപ്പെട്ട ഇങ്ങനെ വെള്ളത്തിന്റെ ദുരിതം അനുഭവിക്കാൻ സാധ്യതയുള്ള മേഖലയിലെ അസോസിയേഷൻ പ്രതിനിധികൾ, ഈ വെള്ളം എത്തുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ, അതുപോലെ തന്നെ കർഷകരുടെ പ്രതിനിധികൾ, അങ്ങനെ ഉദ്യോഗസ്ഥരുമായുള്ള ഒരു ചർച്ച ഈ പ്രളയകാലത്തിന് മഴക്കാലത്തിന് മുമ്പ്, പ്രളയം നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്ന മഴക്കാലത്തിന് മുമ്പ് സമീപ വർഷങ്ങളിലെല്ലാം ചർച്ചകൾ നടക്കാറുണ്ടോ? കോർപ്പറേഷനുമായിട്ട് നടക്കാറുണ്ട്. പ്രത്യേകിച്ച് അതാത് ചെറിയ ഏരിയ മാത്രമാണല്ലോ വരുന്നത്. അതായത് പ്രദേശത്തെ കൗൺസിലേഴ്സുമായിട്ട്. കാരണം ഒരു ഏരിയ, അതായത് ഞാൻ പറഞ്ഞു ഇതിൽ ഈ KLDCയും അതുപോലെ തന്നെ ഇറിഗേഷനും ഇതൊന്നുമില്ലാതെ കോർപ്പറേഷൻ ചർച്ച നടത്തിക്കൊണ്ട് അവർക്ക് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാം എന്ന് മാത്രമേ കോർപ്പറേഷൻ കൊണ്ട് മാത്രം സാധിക്കുകയുള്ളൂ. കാരണം ഡൗൺ സ്ട്രീമിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ പരിഹാരം കാണാൻ അവർക്ക് സാധിക്കില്ല. ഇല്ല, കോർപ്പറേഷൻ പരിമിതിയുണ്ട്. കോർപ്പറേഷൻ ചെയ്യാറില്ല, ചർച്ച നടക്കാറില്ല. അത് ശരി തന്നെയാണ്. പക്ഷെ അതല്ല, കോർപ്പറേഷൻ ഞങ്ങളെ അതാത് ആ പോകുന്ന ആ മെയിൻ ചാലുകളുടെ പരിസരത്തുള്ള പാടശേഖരങ്ങൾ വിളിക്കണം. ആ പാടശേഖരങ്ങൾ വിളിച്ചുകൊണ്ട് നിങ്ങൾ പറഞ്ഞ മാതിരി വിളിക്കണം. എന്നെ ഇതേവരെ ഞങ്ങളെ പാടശേഖരങ്ങളെ ഒന്ന് വിളിച്ചിട്ട് ഒരു 10 കൊല്ലത്തിനുള്ളിൽ ഞാൻ കണ്ടിട്ടില്ല ഈ കേസ്. ഏറ്റവും വിചിത്രമായ ഒരു കാര്യം എന്ന് വെച്ചാൽ 2018 പീച്ചിന്ന് വെള്ളം വന്നു, മഴ പെയ്തു, ക്ലൗഡ് ബാസ്റ്റിംഗ് ഉണ്ടായി, മറ്റേ പ്രളയം വന്നു, വെള്ളക്കെട്ട് വന്നു. ആ 2018 എവിടെയൊക്കെയാണ് പ്രളയം, ഏതൊക്കെ വീടിനെയാണ് എഫക്റ്റ് ചെയ്തതെന്ന് പറഞ്ഞ ഒരു സ്കെച്ച് തയ്യാറാക്കിയിരുന്നെങ്കിൽ ആ വീടുകളും ആ പരിസരവും ആ വാർഡ് ഡിമാർക്കറ്റ് ചെയ്യാം, വീടുകൾ ഡിമാർക്കറ്റ് ചെയ്യാം, ഏരിയകൾ ഡിമാർക്കറ്റ് ചെയ്യാം. അങ്ങനെ ഒരു സ്കെച്ച് ഉണ്ടെങ്കിൽ ആ എല്ലാ പ്രളയം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. അതായത് 100 വർഷം മുമ്പ് പ്രളയം വന്നപ്പോൾ ചാലക്കുടി ഭാഗത്ത് പ്രളയം ഇത്രയും, ഈ മേൽക്കൂരയുടെ ഇത്രയും പ്രളയം വന്നു അന്ന് അടയാളപ്പെടുത്തിയിരുന്നു.
അത് പിന്നീട് നമ്മൾ കഴിഞ്ഞ പ്രളയകാലത്ത് അന്ന് അടയാളപ്പെടുത്തിയ ഉവ്വ് അത് പക്ഷേ ഇപ്പോൾ 2018 പ്രളയത്തിന് ശേഷം പിന്നീട് അതിനെക്കുറിച്ച് അല്ല, ഞാൻ പറഞ്ഞാലേ ഈ പീച്ചിന്ന് വരുന്ന വെള്ളം വരുമ്പോൾ ഉണ്ടാവുന്ന സ്ഥലത്തെ വാർഡുകളും വീടുകളും മാർക്ക് ചെയ്യാം, സ്കെച്ച് ഉണ്ടാക്കാം. അങ്ങനെയാണെങ്കിൽ 2024 വെള്ളം വിടുമ്പോൾ ഇൻഫോം ചെയ്യാൻ സുഖമാണ് ഏതൊക്കെ ഏരിയയിലാണ് ഇത് വരാം. ആ ഏരിയയിൽ ഇത് വരാതിരിക്കുക എന്താണ് പ്രിക്കോഷൻ എടുക്കേണ്ടതെന്നെങ്കിലും ഒന്ന് പഠിക്കണ്ടേ. ഇപ്പോൾ ഗാന്ധിനഗർ വെള്ളം കയറി കൊണ്ടുപോകാറ് എല്ലാ കാലത്തും ഗാന്ധിനഗർ, കുണ്ടുപാറ, വൈലോപ്പള്ളി നഗർ, അയ്യന്തോള്, പെരിങ്ങാവ്, മ്യൂസിയം ക്രോസ് ലൈൻ. അത് കഴിഞ്ഞാൽ ഈ പ്രാവശ്യം പുത്തൂര്, കൈനൂര്, മറ്റേ പീച്ചി ഈ പ്രദേശങ്ങൾ വന്നു. ഈ കൊല്ലത്തെ ഈ പ്രളയത്തിൻ്റെ ഇത് മാർക്ക് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് അവിടെ വന്നതെന്നും എങ്ങനെയാണ് അത് തടയാമെന്നുള്ളതിനെ കുറിച്ച് ആരെങ്കിലും ഒരു സമിതിയെ വെച്ചോ എക്സ്പേർട്ടിനെ വെച്ചിട്ട് ഇത് പഠിക്കണ്ടേ. ഒരു സർക്കാരും കോർപ്പറേഷനും എല്ലാവരും കൂടിയിട്ട് ഒരു എക്സ്പേർട്ട് സമിതിയെ വെച്ചിട്ട് എങ്ങനെയാണ് പീച്ചി ഡാം അധികൃതർ വേണം, ഇദ്ദേഹം പറഞ്ഞാൽ കോൾപ്പാടക്കാർ വേണം, റെസിഡൻഷ്യൽ അസോസിയേഷൻ വേണം, കോർപ്പറേഷൻ വേണം, ഇറിഗേഷൻകാർ വേണം. ഇനി ഏതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരെന്ന് വെച്ചാൽ അവരെയൊക്കെ യോഗം വിളിച്ച് ഇതിന് ശാസ്ത്രീയമായി ഇത് അടുത്ത കൊല്ലെങ്കിൽ എങ്ങനെ തടയാം എന്നുള്ളതിനെ കുറിച്ചൊരു പഠനം നടത്തിയിട്ട് ആ റിപ്പോർട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത കൊല്ലം ഇത് തടയാം. 2018 2019 സജീവമായ കുറേ ചർച്ചകൾ നടന്ന് കുറേ നടപടികളുണ്ടായി. ഉദാഹരണത്തിന് ഇപ്പം 2020 ഞാനും ബഹുമാനായ അഡ്വക്കേറ്റ് ഷാജി അടക്കമുള്ളവർ ചേർന്ന് അന്നത്തെ ജില്ലാ കളക്ടർ ഷാനവാസ് സാറിനെ പുഴയ്ക്കൽ കൊണ്ടുവന്ന് അവിടുത്തെ പല ഭാഗത്തും തടസ്സങ്ങൾ ഞങ്ങൾ കാണിച്ചു. അതിലൊരു പ്രധാന തടസ്സം ഇദ്ദേഹം മുമ്പ് പറഞ്ഞതുപോലെ കുണ്ടുപാറത്തോടിൻ്റെ ഒരു ബ്രാഞ്ച്, ആ ബ്രാഞ്ച് വളരെ വിചിത്രമാണ്. അതിൽ കയ്യേറ്റമുണ്ട്. കാരണം ടൊയോട്ട ഷോറൂമിനുള്ളിൽ കൂടെയാണ് പോകുന്നത്. ഒരു പൊതു കനാൽ പോകുന്നത് ടൊയോട്ട ഷോറൂമിനുള്ളിൽ കൂടെയാണ്. ഇപ്പോൾ KSTP പദ്ധതിയിൽ കുറ്റിപ്പുറം മുതൽ തൃശ്ശൂർ വരെയുള്ള 200 ചില്ലറ കോടി രൂപയുടെ പുതിയ പ്രോജക്റ്റിൽ സത്യത്തിൽ ടൊയോട്ടയുടെ ഫ്രണ്ടിലടക്കം റോഡ് ഉയരേണ്ടതാണ്. നിർഭാഗ്യവശാൽ അത് ചില സമ്മർദ്ദങ്ങളുടെ ഭാഗമായിട്ട് അവിടെ ഇപ്പോൾ റോഡിൻ്റെ ഉയരം കുറച്ചതാണ് ഇപ്പോൾ പുഴയ്ക്കിൽ പെട്രോൾ ബങ്കിനകത്തടക്കം വെള്ളം കയറാനുള്ള ഒരു സാഹചര്യം. അവിടെ നിലവിലുണ്ടായിരുന്നതിനേക്കാൾ ഉള്ള കൾവെട്ടിൻ്റെ ഹൈറ്റ് കുറച്ചു. കാരണം ഹൈറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ ടൊയോട്ടയുടെ അകത്തെ കൾവെട്ടടക്കം ഹൈറ്റ് കൂട്ടേണ്ടി വരും. സ്വാഭാവികമായിട്ടും അതൊരു കയ്യേറ്റമാണ് എന്നുള്ളത് പൊതുജനത്തിന് ബോധ്യമാവുന്നുള്ളതുകൊണ്ട് എവിടെ നിന്നൊക്കെയോ സമ്മർദ്ദങ്ങൾ വന്ന് അവിടുത്തെ ഹൈറ്റ് കുറച്ചു. പുഴയ്ക്കൽ റോഡ് ക്രോസ് ചെയ്താണ് ആ കുണ്ടുപാറത്തോട് പോകുന്നത്. അതിൻ്റെ ഉയരം കുറച്ചുകൊണ്ടാണ് സത്യത്തിൽ അയ്യന്തോളിൻ്റെ പഞ്ചിക്കലടക്കമുള്ള ഭാഗങ്ങളിൽ ഇത്തവണ വെള്ളം കയറാനൊരു സാഹചര്യം ഉണ്ടായെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഒപ്പം തന്നെ ഇത്തവണ കണ്ട ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു പ്രളയം വരുമ്പം കുറ്റുമുക്ക് മുതൽ അയ്യന്തോൾ വരെയുള്ള ഭാഗത്ത് ഏകദേശം മണിക്കൂറുകളുടെ വ്യത്യാസമുള്ളൂ. ഇത്തവണ പെരിങ്ങാവിലെ വീടുകൾ മുഴുവൻ ഇല്ലെങ്കിൽ ഗാന്ധിനഗർ കുണ്ടുപാറ സൈഡിലെല്ലാം വെള്ളം കയറിയതിന് ശേഷം ഏകദേശം 12 മണിക്കൂറിന് ശേഷമാണ് അയ്യന്തോൾ സൈഡിലെ വീടുകളിലേക്ക് വെള്ളം കയറിയത് എന്നുള്ളൊരു വിചിത്രത ഇങ്ങോട്ട് കിടക്കുന്നില്ല. അവിടെ അതെന്താണെന്ന് ഞാൻ മനസ്സിലായിട്ടില്ല. കാരണം ഏകദേശം 12 മണിക്കൂറിന് ശേഷമാണ് അയ്യന്തോൾ പഞ്ചിക്കൽ ഭാഗത്തെ അവിടുത്തെ മൈത്രി പാർക്ക് റെസിഡൻസ് അസോസിയേഷൻ അടുത്ത ദിവസമാണ് അവിടെ വെള്ളം, അടുത്ത ദിവസമാണ്. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ആ വെള്ളം ഒഴിഞ്ഞു വരിക. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു ശാസ്ത്രീയമായ പഠനം നടത്തേണ്ടതുണ്ട്. അത് കേവലം ഈ വെള്ളപ്പൊക്കം വെള്ളക്കെട്ടുണ്ടാവുന്ന സമയത്ത് മാത്രമുള്ള ചർച്ചകൾ അവസാനിപ്പിക്കാതെ അതിനെക്കുറിച്ചൊരു പഠനം നടത്തണം. അതോടൊപ്പം തന്നെ ഇത്തവണ ഉണ്ടായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വെള്ളക്കെട്ടുണ്ടായ ഒരു പ്രദേശത്തും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ ഒരു ശ്രദ്ധയുണ്ടായില്ല. 2018 19 ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും മറ്റുള്ളവരും അന്വേഷിച്ച് വന്ന് കെടുതികൾപ്പെട്ട ആളുകളെ ബോട്ടിൽ പുറം ലോകത്ത് എത്തിക്കാനും കാര്യത്തിനുമൊക്കെ ശ്രദ്ധിച്ചെങ്കിൽ ഇത്തവണ അതൊന്നും ഉണ്ടായില്ല. അതോടൊപ്പം തന്നെ 2018 19 10,000 രൂപ വെച്ച് വെള്ളം കയറിയ വീടുകൾക്ക് നഷ്ടപരിഹാരം കൊടുത്തു. ഈ വർഷം അങ്ങനെ ഒന്ന് സംഭവിക്കും എന്ന് വ്യക്തിപരമായി ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം റെസിഡൻസ് അസോസിയേഷനിലെ പ്രതിനിധി എന്ന നിലയിൽ 10,000 രൂപയോ 15,000 രൂപ കൊണ്ട് നഷ്ടം തീരുന്നില്ല. 50,000, 1 ലക്ഷം, 1.5 ലക്ഷം, 2 ലക്ഷം വരെ നഷ്ടമുള്ള ആളുകളാണ്. എന്നിരുന്നാൽ പോലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉചിതമായ ഒരു നഷ്ടപരിഹാരം ഈ ഘട്ടത്തിൽ അനുവദിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. കോളങ്ങോട്ട് പോകുന്നതിലേക്ക് കർഷക പ്രതിനിധി എന്ന നിലയിൽ ഇതുപോലെയുള്ള പ്രളയങ്ങളെ തടഞ്ഞു നിർത്താൻ അല്ലെങ്കിൽ ഈ പ്രളയങ്ങളെ മറികടക്കാൻ ഏത് രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടാണ് സർക്കാരിലേക്ക് അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിലേക്ക് നൽകാനുണ്ടാവുക? ഇല്ല, ഇതിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചത് തന്നെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ വ്യക്തമായിട്ട് ഇപ്പോഴും പറയുന്നു, 2 വർഷമായിട്ട് അയ്യന്തോൾ പഞ്ചിക്കൽ ഈ പറയുന്ന പെരിങ്ങാവിലൊക്കെ ഈ വെള്ളം 2-3 ദിവസത്തിനുള്ളിൽ മാറാൻ ഞങ്ങളുടെ ഇതിൽ പരിചയത്തിൽ മനസ്സിലാക്കിയത് ഇങ്ങനെയുള്ള തടസ്സങ്ങൾ മാറ്റിയാൽ അത് ഒരു ലെവലല്ല. ഇപ്പോൾ നേരത്തെ വക്കീൽ പറഞ്ഞു, ഇപ്പോൾ വൈക്കോല് ചുരുട്ടി വെച്ചാൽ മാതിരി ഇതിങ്ങനെ ചുരുണ്ട് ലോഡാവും. അത് മാറ്റാൻ ഏറ്റവും ഫസ്റ്റ് തന്നെ ഉദ്യോഗസ്ഥന്മാർ തയ്യാറായി കഴിഞ്ഞാൽ ഇപ്പോൾ സംഭവിച്ച അപ്പോൾ ആ മെഷീൻ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ സൂചിപ്പിച്ച ആ മെഷീൻ
അവിടേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ആ മിഷൻ അവിടെ എത്തിയില്ലെങ്കിൽ ഒരു പാലത്തിൻ്റെ ഒരു കള്ളി വിടിയിച്ചാൽ ഇപ്പോൾ വെള്ളം കുറയണത് കാണാം. ഇപ്പോൾ ഒരു 6 ഇഞ്ചോളം വെള്ളം കുറഞ്ഞിട്ടുണ്ട്. ഇനി കാണാം. വെറും 1 മണിക്കൂർ പ്രവർത്തിച്ചാൽ ഒരു സൈഡ് വിട്ട് കിട്ടും. അത് ഇവരെന്താ ചെയ്യാത്തത്? ഇനി വ്യക്തമായിട്ട് ഞാൻ പറയുന്നു, കൊടുത്ത കരാറുകാരനെ നേരത്തെ വക്കീൽ പറഞ്ഞ കരാറുകാരും ഉദ്യോഗസ്ഥന്മാരും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് നിർത്തണം. അത് കൊടുത്ത വർക്ക് പൂർത്തീകരിച്ചില്ലെങ്കിൽ അവനെ ഫണ്ട് കൊടുക്കാൻ പാടില്ല. ഇപ്പോൾ കരാറുകാരനെ വിളിച്ചാൽ കരാറുകാരനോട് ഞങ്ങളോട് വിളിക്കാനാണ് പറയണത്. കരാറുകാരെ ഉദ്യോഗസ്ഥർ കരാറുകാരനെ ഞങ്ങളോട് വിളിക്കണമെന്ന്. ഞങ്ങൾ വിളിക്കാം. അപ്പോൾ ഉദ്യോഗസ്ഥന് വിലയില്ലേ അവിടെ? നമ്മളെ കാശ് മേടിച്ചിട്ട് ജോലി ചെയ്ത് ശമ്പളം മേടിച്ച് പോകണവരല്ലേ ഉദ്യോഗസ്ഥന്മാർ. അത് ചെയ്യാൻ ഇവരില്ല. നേരത്തെ സൂചിപ്പിച്ച മാതിരി, വക്കീൽ സൂചിപ്പിച്ച മാതിരി, കഴിഞ്ഞ സീസണിൽ ആ കൃഷി ഇറക്കാൻ വൈകിട്ട് ഇതേമാതിരി ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയപ്പോൾ ഒരു ഡെപ്യൂട്ടി കളക്ടറേയും ഇതിലുള്ള ഉദ്യോഗസ്ഥന്മാരും വെച്ച് പുഴയ്ക്കൽ മുതൽ ഏനാമാക്കൽ വരെ ഞങ്ങൾ നടന്നപ്പോൾ അവിടെ പൊട്ടിച്ചാണ് വളയംകെട്ടിൻ്റെ ഫ്രണ്ട് പൊട്ടിച്ചാണത് ഒരു ചെറിയ കഷ്ണം. അവിടെ എന്താ അതിനെ പറയുക, പത്തായം. ആ പത്തായം മാത്രം പൊട്ടിച്ച് നിർത്തിക്കുക. ബാക്കിയുള്ള സ്ഥലം പൊട്ടിക്കാതെ ഇപ്പം ഞങ്ങൾ പറഞ്ഞാൽ പൊട്ടിക്കാണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. പൊട്ടിക്കാതെ പറ്റില്ല. ഇപ്പോൾ ഡെപ്യൂട്ടി കളക്ടർ വരെ എന്നോട് എന്താ പറഞ്ഞത് മനസ്സിലായോ? ഇനി 1 മാസം കൂടി കഴിഞ്ഞാൽ വെള്ളത്തിന് വേണ്ടി നിങ്ങൾ ആവശ്യപ്പെടും കേട്ടോ എന്ന് പറഞ്ഞത്. ഇപ്പോഴത്തെ വെള്ളം പറ്റിയാലല്ലേ അതിൽ വിത്തിടാൻ പറ്റുള്ളൂ. മനസ്സിലായ? പിറ്റേ ദിവസം അത് മാറ്റി 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ അവിടുത്തെ വെള്ളം വിട്ടുപോയി. അതോടൊപ്പം എനിക്കൊന്ന് കൂട്ടിച്ചേർക്കാനുള്ളത്, ഈ ഡാം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇപ്പോൾ ഉള്ള നിയമങ്ങളിൽ കാതലായ പൊളിച്ചെഴുത്ത് വേണമെന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം ജില്ലാ ഭരണകൂടം ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഏകദേശം ഇപ്പോൾ പീച്ചി ഡാമാണ് ഏകദേശം 3200 ഏക്കറോളം വരുന്നതിൻ്റെ ക്യാച്ച്മെൻ്റ് ഏരിയ പെയ്യുന്ന മഴ, അതിൻ്റെ നിരീക്ഷണം എന്ന് പറയുന്നത് പീച്ചിയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറോ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അവർക്കാണിത് കൃത്യമായിട്ട് അറിയാവുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ ജലവിഭവത്തിൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ജില്ലാ കളക്ടറുമായി ചേർന്നിട്ട് വേണം ഒരു ഓർഡർ ഇറക്കാനായിട്ട്. ഓർഡർ ഇറക്കി വരുന്ന കാലതാമസം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കളക്ടറിൽ താഴ്ന്ന ഒരു ഉദ്യോഗസ്ഥൻ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഡെപ്യൂട്ടി കളക്ടറോ അങ്ങനെ ആരെങ്കിലും ഒരാളെ ചുമതലപ്പെടുത്തി ഇത് കുറച്ചുകൂടെ ലഘൂകരിക്കാൻ പറ്റും. ഒരു 20 സെൻറ്റിമീറ്റർ ആകുമ്പം തുറക്കാനുള്ള ഒരു അധികാരം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഈ ഡെപ്യൂട്ടി കളക്ടറിന് കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ച് ഗുണകരമാവും എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. നമുക്ക് സമയപരിമിതിയുണ്ട്, എന്നാലും ഇത് കുറച്ച് സമയത്തിനുള്ളിൽ പറഞ്ഞു തീർക്കാൻ കഴിയുന്ന വിഷയങ്ങളല്ല. ഈ പീച്ചിയുമായി ബന്ധപ്പെട്ട് പരാതി നൽകുകയും ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് 2018 കഴിഞ്ഞ് 2019 പ്രളയമായപ്പോൾ ഏനാമാവ് ബണ്ടുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിച്ചൊരു വ്യക്തി എന്ന നിലയിൽ എന്താണ് ഒരു കാഴ്ചപ്പാട് ഈ അനാസ്ഥ ഒഴിവാക്കാനായി? അല്ല, ഇപ്പോൾ ഇത് പീച്ചി ഡാം തുറന്നത് കുറ്റകരമായ അനാസ്ഥയാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇനി അത് മാറണമെങ്കിൽ ഒരു ഏകോപനം വേണം ഉദ്യോഗസ്ഥന്മാർ. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ തൃശ്ശൂർ കളക്ടർ വന്നിട്ട് എത്ര ദിവസമായി, അദ്ദേഹത്തിന് പീച്ചി ഡാം എന്താണെന്നോ പീച്ചി ഡാമിൽ നിന്ന് വെള്ളം എങ്ങനെ പോകാമെന്നോ അദ്ദേഹത്തിന് അറിയില്ല. പീച്ചിയിൽ ഒരു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തസ്തിക ഒഴിഞ്ഞു കിടക്കാം. നിങ്ങൾ മനസ്സിലാക്കണം, റവന്യൂ മിനിസ്റ്റർ മണ്ഡലമാണ്. അതാണ് നമുക്ക് ഏറ്റവും വിഷയം. അത് കേരളത്തിൽ 2ാമനാണ്. എക്സിക്യൂട്ടീവ് തസ്തിക ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തസ്തിക ഒഴിഞ്ഞു കിടക്കുന്നു. അത് ജില്ലയിൽ. പീച്ചിയെ സംബന്ധിച്ച് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വേറെ ചീരക്കൊണ്ടിൻ്റെ ചുമതലയുള്ള ഒരു മാഡാണ് അവിടെ വന്നിരിക്കുന്നത്. അവർക്ക് സ്ഥിരമായി ഇവിടെ 3 ഇതിൻ്റെ ചാർജ് ഉണ്ട്, പിന്നെ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉണ്ട്. ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതായത് 27-ാം തീയതി ഈ ഡാമിൽ വെള്ളം കാച്ച്മെൻറ്റ് ഏരിയയിൽ നിന്ന് വെള്ളം വരുന്നു എന്നും നല്ല മഴയാണെന്നും 5 ദിവസം മഴയാണെന്ന് 27-ാം തീയതി മെട്രോളജിക്കൽ സെൻട്രൽ മെട്രോളജിക്കൽ വകുപ്പിൻ്റെ ആ ഇത് ഗൂഗിളിൽ അടിച്ചാൽ നമുക്ക് കാണാം. കേരള അടക്കം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്രയും മഴ വരുമ്പോൾ ഒരു 30 ഇഞ്ച് ഇത് തുറന്നു വെച്ചാൽ ഈ വെള്ളം പോയി കഴിഞ്ഞാൽ ഈ പ്രളയം വരില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ഏകോപനം ഇല്ല. കളക്ടർ അല്ലെങ്കിൽ മറ്റേ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇറിഗേഷൻ്റെ അടക്കം, തൃശ്ശൂർ കോർപ്പറേഷൻ മേയർ, MLA, MP, അതുപോലെ തന്നെ പാടശേഖര കമ്മിറ്റി റെസിഡന്റ്, ഇവരെല്ലാം കൂടിയിട്ടൊരു ഏകോപനം വേണം. എങ്ങനെ ഒരു ഏകോപനമില്ല? ഇവിടെ ജില്ലയിൽ കൃത്യമായിട്ടൊരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടീം തന്നെ വർക്ക് ചെയ്യുന്നില്ല. അദ്ദേഹം പറഞ്ഞത് ശരിയാ. ഒരു ബോട്ട് ചോദിച്ചിട്ട് കോർപ്പറേഷൻ കൗൺസിൽ, വഞ്ചി ചോദിച്ചിട്ട് കോർപ്പറേഷൻ കൗൺസിലർ കളക്ടർ വിളിച്ചപ്പോൾ അദ്ദേഹം കൈമലത്ത ചെയ്തത്. അപ്പോൾ അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പരാജയമുണ്ടായി, ഡാം തുറക്കണതിൽ പരാജയമുണ്ടായി. 2018 പ്രളയത്തിന് ശേഷം ശാസ്ത്രീയമായി ഈ വെള്ളം പോകുന്നത് എങ്ങനെ വെള്ളം പോകുന്നത് എങ്ങനെ ഒഴുക്കിക്കളയാന്നുള്ളതിനെ കുറിച്ച് പഠനം നടത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ കൃത്യമായി ശാസ്ത്രീയമായി പഠനം നടത്തി എന്തൊക്കെയാണ് തടസ്സങ്ങൾ എന്നുള്ളത് മാറ്റാനുള്ള ആർജവം നേതൃത്വം കാണിക്കണം. എന്നാൽ മാത്രമേ ഇത് പോകുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ വളരെ രസമാണ്, ഈ വളയംകെട്ട് എന്ന് പറഞ്ഞ വലിയൊരു തട്ടിപ്പിൻ്റെ കഥയാണ്.
അതിപ്പോൾ മുഴുവൻ പൊളിക്കില്ല, അടിഭാഗം പൊളിച്ചിട്ടുണ്ടാവില്ല, ആ മുള തന്നെ എടുത്തു വയ്ക്കും, അവിടുത്തെ മണ്ണ് തന്നെ ഇപ്പോൾ വാരിയിടുന്ന അവസ്ഥയാണ്. ഇപ്പോൾ 2 മാസം കഴിഞ്ഞ് വെള്ളം നിന്ന് പുളിവെള്ളം വരുമ്പോഴേക്കും കർഷകർക്ക് പ്രതിഷേധം വരും, ആളുകൾക്ക് പ്രതിഷേധം വരും. അപ്പോൾ ആ മണ്ണ് തന്നെ വാരി അവിടെ പൊത്തിവയ്ക്കും. എന്തുകൊണ്ട് ആ ഷട്ടറുകൾ നന്നാക്കാൻ സാധിക്കുന്നില്ല? ആ മറ്റേ ഏനമാവ് ഷട്ടർ, റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ മാറ്റാൻ എത്ര കൊല്ലമായിട്ട് ഈ വളയം കെട്ട് കെട്ടണം, മോട്ടർ കഴിച്ചുകൊണ്ടായി. അതാണ്. അപ്പോൾ റീബിൽഡ് കേരളയിൽ പൈസ, ഹൈക്കോടതി ഇടപെടൽ വന്നപ്പോൾ റീബിൽഡ് കേരളയിൽ പൈസ വെച്ചു. അത് എന്തുകൊണ്ടാണ് രാഷ്ട്രീയ നേതൃത്വം ഇടപെടാത്തതെന്ന് ചോദിക്കണേ? ഇത്രയും വലിയ കാര്യമാണോ ഈ മറ്റേ ഏനമാവ് റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ പണിത് അറ്റകുറ്റപ്പണി നടത്തി അത് ശരിയാക്കാൻ? അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സ്ഥാപിത താല്പര്യങ്ങളുണ്ട്. ഇത് ഇദ്ദേഹം പറഞ്ഞത് കറക്റ്റാണ്. ഇവിടെ കോൺഗ്രസും BJP യും CPM ഒന്നുമില്ല. ഇത് കഷ്ടപ്പെടുന്ന ജനങ്ങളാണ്, അതിലെല്ലാവരും ഉണ്ട്. അപ്പോൾ ഇത് നാടിൻ്റെ പ്രശ്നമാണെന്ന് കണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഇത് പ്രതിരോധിക്കാനും ശാസ്ത്രീയമായി പഠനം നടത്തിയിട്ട് അതിന് നടപടികളെടുക്കാനും സാധിക്കണം. അടിയന്തരമായി ഇപ്പോൾ ഈ കർഷകരടക്കമുള്ള ഈ ദുരിതം അനുഭവിക്കുന്നവർക്ക് സാമ്പത്തിക സഹായം നൽകണം. ഇനിയുള്ള ചോദ്യം സർക്കാരിലേക്കാണ്, അധികാരികളിലേക്കാണ്. ദുരന്ത നിവാരണ സേനയെന്നും ഡാം നിരീക്ഷണ സമിതിയുമെന്നുമല്ല ഊതി വീർപ്പിച്ച ബലൂണുകളുമായി നടക്കാതെ 2018 പ്രളയത്തിൽ നമ്മൾ ഏറെ പഠിച്ചതാണ്, 19 പഠിച്ചില്ല. വീണ്ടും 2024 എത്തുമ്പോൾ പിച്ച് വെച്ച് നടക്കുന്ന കുട്ടികളെ പോലെ ഒന്നും അറിയാതെ, ഈ വെള്ളം എങ്ങോട്ട് പോകുന്നു എന്നറിയാതെ, ഈ ആളുകൾ എങ്ങോട്ട് മാറ്റുമെന്നറിയാതെ, അല്ലെങ്കിൽ മരണത്തിലേക്ക് നീങ്ങുന്ന ആളുകളെ വലിയ പാത്രങ്ങളിൽ കൊണ്ടുവരാതെ ഒരു വഞ്ചി പോലും, ഒരു ചെറിയ ബോട്ട് പോലും വിട്ടു നൽകാൻ കഴിയാത്ത അവസ്ഥയിലുള്ള അധികാരികളോടാണ് ചോദ്യം. അവിശുദ്ധ കൂട്ടുകെട്ടും നേരത്തെ കർഷക പ്രതിനിധി പറയുകയുണ്ടായി, ഉദ്യോഗസ്ഥരെ വിളിച്ചപ്പോൾ കരാറുകാരനെ നിങ്ങൾ വിളിക്കൂ എന്ന് പറയുന്ന രീതിയിലേക്ക് എത്തിയെന്ന്. ഏനാമാവിലെ വളയംകെട്ട് പോലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് ഇവിടെയും കർഷകർക്കിടയിൽ ഈ ഉദ്യോഗസ്ഥർ കരാറുകാരുമായി ഉണ്ടാക്കുന്ന അവിശുദ്ധ കൂട്ടുകെട്ടുകളെല്ലാം ഇല്ലാതായി. കർഷകരുടെയും ജനങ്ങളുടെയും റെസിഡൻസ് അസോസിയേഷനുകളുടെയും എല്ലാം, അതുപോലെ തന്നെ ഗതാഗതം താറുമാറാകുന്നത്. ഇത്തവണയും നമ്മൾ ഏറെ റോഡുകൾ 2-3 ദിവസം അടച്ചിട്ട റോഡുകളുണ്ട്. ഇനിയെങ്കിലും കണ്ണു തുറക്കട്ടെ. കാശില്ല എന്ന് പറഞ്ഞ് ജനങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ജനങ്ങൾ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടേണ്ട അവസ്ഥയാണ്. ഇപ്പോഴും പെരിങ്ങ ഉൾപ്പെടെ പീച്ചിയിലെ വെള്ളം വരുന്നു എന്ന് തിരിച്ചറിഞ്ഞ് സ്വയം വീട് വിട്ടിറങ്ങിപ്പോയത് കൊണ്ടാണ് ദുരന്തം ഒരു പരിധി വരെ ദൂരെ നിന്നത് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം സംസാരിക്കാൻ വന്ന ശ്രീ ഷാജി ജെ കോടാങ്കണ്ടത്ത്, ശ്രീ കോളങ്ങാട്ട് ഗോപിനാഥൻ, ശ്രീ ജയൻ തോമസ്, മൂവരുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.